നെഗറ്റീവ്ലി ചാർജ് ഗ്രൂപ്പിനെ കുറിച്ച് നമ്മൾ ഡിസ്കസ് ചെയ്യാം. നെഗറ്റീവ്ലി ചാർജ് ഗ്രൂപ്പ്, ഈ പറഞ്ഞ 4 ഗ്രൂപ്പുകളാണ് ബേസിക്കലി എന്ത് കാണിക്കല്, ഈ പറഞ്ഞ 4 ഗ്രൂപ്പുകളാണ് എന്ത് ചെയ്യുക, പ്ലസ് ഇഫക്റ്റ് കാണിക്കുക. ഓക്കെ, അതെല്ലാം നെഗറ്റീവ്ലി ചാർജ് സ്പീഷീസ് ലെസ് ഇലക്ട്രോനെഗറ്റീവ് ആയിട്ടുള്ള പ്ലസ് ഇഫക്റ്റ് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നതിനെ കുറിച്ചാണ് പോസിറ്റീവ്ലി ചാർജ്ഡ് ആണ് അല്ലെ. പോസിറ്റീവ്ലി ചാർജിന്റെ കേസ് എടുക്കുകയാണെങ്കിൽ വി ക്യാൻ ഹാവ് ദ 2 ടൈപ്പ് ഓഫ് ഉണ്ടോ, ഡയറക്ട്ലി അറ്റാച്ച്ഡ്, നെഗറ്റീവ്ലി I think mistake negatively charged. Okay, negatively charged, directly attached negative group, negatively attached, directly attached negative group. Okay, and indirectly attached, indirectly indirect attached, directly attached. Example, I have O minus. എൻ്റെ സിസ്റ്റം, ഞാൻ സിസ്റ്റത്തിന് എൻ്റെ ഗ്രൂപ്പിന് ഞാൻ പി സി പാരന്റ് ചെയ്യുന്ന വിളിക്കും, പി സി എന്ന് വിളിക്കും. പി സി മീൻസ് എന്താ, എൻ്റെ സിസ്റ്റം. ഇതെന്താ എൻ്റെ ഹൈഡ്രോ കാർബൺ സിസ്റ്റം, ഏത് കാർബൺ സിസ്റ്റത്തിനെ സിംപിളി ആയിട്ട് എന്താ പി സി കൊണ്ട് ഡിനോട്ട് ചെയ്യണം. ഓക്കെ, ഈ സിസ്റ്റത്തിനെ ഞാൻ സിമ്പിൾ ആയിട്ട് എന്ത് ചെയ്യണം, പി സി പാരന്റ് ചെയിൻ എന്നുള്ള രീതിയിൽ ഡിനോട്ട് ചെയ്യണമെങ്കിൽ കണ്ടിന്യൂസ് ആയിട്ട് റിപ്പീറ്റ് ചെയ്യാൻ പി സി കണ്ട ഓക്സിജൻ ഡയറക്ട്ലി നമ്മുടെ സിസ്റ്റമായിട്ട് ഡയറക്ട്ലി എക്സാമ്പിൾ എടുക്കുകയാണെങ്കിൽ എന്താ സിസ്റ്റം, ഓക്സിജൻ എന്താ ഗ്രൂപ്പ് ഡയറക്ട്ലി അറ്റാച്ച്ഡ് ആയിട്ടുള്ള എന്താ പ്ലസ് ഇഫക്റ്റിന്റെ ഒരു എക്സാമ്പിൾ. വേറൊരു എക്സാമ്പിൾ എടുക്കുകയാണെങ്കിൽ എന്താ പി സി NH2 മൈനസ്, പി സി മീൻസ് മൈ പാരന്റ് ചെയിൻ കാർബൺ skeleton. ഓക്കെ, then I have the S minus, ഇതെല്ലാം എന്താണ് പി സി I have CH2 മൈനസ്, ഇതെല്ലാം എന്താ ഡയറക്ട്ലി അറ്റാച്ച്ഡ് കാർബൺ എന്താണ് മൈനസ് എ ഗ്രൂപ്പ് പ്ലസ് എ ഗ്രൂപ്പ്. ഇൻഡയറക്ട്ലി അറ്റാച്ച്ഡ് എക്സാമ്പിൾ ആയി ചോദിക്കണമെങ്കിൽ ഐ ഹാവ് പാരന്റ് ചെയിൻ, ദെൻ ഐ ഹാവ് എക്സാമ്പിൾ ആയി പറയുകയാണെങ്കിൽ എക്സാമ്പിൾ ഏതാണ് എൻ്റെ ഈ കാർബോക്സിലേറ്റ് ഗ്രൂപ്പ് അല്ലെ. ഓക്കെ, അതിന് എക്സാമ്പിൾ പാരന്റ് ചെയിനുമായിട്ട് ഡയറക്ട്ലി അല്ല അറ്റാച്ച് ചെയ്ത്, ഡയറക്റ്റ് അറ്റാച്ച് ചെയ്തിരിക്കുന്നത് കാർബൺ, അത് കഴിഞ്ഞിട്ടുള്ള കാർബണിൽ നിന്നാണ് എന്ത് നെഗറ്റീവ് ചാർജ് ഉള്ളത് അല്ലെ. അപ്പോൾ ഇതെന്ത് ചെയ്യണം, ഇതൊരു പ്ലസ് ഇഫക്റ്റ് കാണിക്കുന്ന ഗ്രൂപ്പാണ്. ബട്ട് എന്ത് ടൈപ്പ്, ഇൻഡയറക്ട്ലി അറ്റാച്ച്ഡ് നെഗറ്റീവ്ലി ചാർജ്ഡ് ഗ്രൂപ്പ്. ഡയറക്ട്ലി അറ്റാച്ച് ചെയ്ത എക്സാമ്പിൾ പറഞ്ഞു, ഇൻഡയറക്ട്ലി എക്സാമ്പിൾ പറഞ്ഞു. ഇവിടുന്ന് ഒരു നോട്ടായിട്ട് പറയുന്നത് പ്ലസ് ഇഫക്റ്റ് ഓഫ് ഡയറക്ട്ലി. ഓക്കെ, പ്ലസ് ഇഫക്റ്റ് ഓഫ് ഡയറക്ട്ലി അറ്റാച്ച്ഡ് ഈസ് ഡയറക്ട്ലി അറ്റാച്ച്ഡ് ഗ്രൂപ്പ് ഈസ് എന്ത് ചെയ്ത ഇൻഡയറക്ട്ലി അല്ലെ. ഇൻഡയറക്ട്ലി ഓക്കെ, ഡയറക്ട്ലി അറ്റാച്ച്ഡ് ഉണ്ട് പ്ലസ് ഗ്രൂപ്പ് ഇഫക്റ്റ് എന്തായിരിക്കും, ഇൻഡയറക്ട്ലിനെക്കാട്ട് എന്തായിരിക്കും കൂടുതലായിരിക്കും, ഇൻഡയറക്ട്ലി അറ്റാച്ച്ഡ് കാട്ടിയത്തായിരിക്കും കൂടുതലായിരിക്കും. ഓക്കെ, ക്ലിയർ ആണോ? Okay, let's say I have one example. I have carbon OH and I have carbon O minus. Okay, ഈ ഗ്രൂപ്പ് എടുക്കുകയാണെങ്കിൽ we can that ഈ എക്സാമ്പിൾ എടുക്കുക. ഒന്ന് കേസിൽ എൻ്റെ OH ഉണ്ട്, ഒന്ന് കയ്യിൽ O മൈനസ് ഉണ്ട്. നമുക്കറിയാം OH പറഞ്ഞ ഗ്രൂപ്പ് ഓക്സിജൻ ഗ്രൂപ്പ് ഇലക്ട്രോൺ നെഗറ്റീവ് ആയ ആറ്റായതുകൊണ്ട് ദാറ്റ് എന്ത് ചെയ്യാം, ഓക്സിജൻ എന്തായിരിക്കും ഇലക്ട്രോൺസിനെ വിഡ്രോ ചെയ്യും അല്ലെ. ഓക്സിജൻ എന്തായാലും ഇലക്ട്രോൺസിനെ വിഡ്രോ ചെയ്യും. പക്ഷെ ഈ കേസ് എടുക്കുകയാണെങ്കിൽ ഡയറക്ട്ലി അറ്റാച്ച്ഡ് ഒരു കേസ് എടുത്താൽ എക്സ്പ്ലെയിൻ ചെയ്യാൻ രണ്ടും കൂടി വെച്ചിട്ട് ഓക്സിജൻ എന്തായിരിക്കും ഓൾറെഡി നെഗറ്റീവ്ലി ചാർജ്ഡ് ആണ് ഓക്സിജൻ അല്ലെ. O മൈനസ് എന്താ ഓൾറെഡി നെഗറ്റീവ്ലി ചാർജ്ഡ് ആയതുകൊണ്ട് ഓൾറെഡി നെഗറ്റീവ് ചാർജ് ഉണ്ട്. ഈ ഓക്സിജൻ എന്തല്ല ഇലക്ട്രോൺസിന് വിഡ്രോ ചെയ്യാനുള്ള ടെൻഡൻസി ഉണ്ടാവില്ല, കാരണം ഓൾറെഡി ഈ നെഗറ്റീവ് ചാർജ് ചെയ്യുകൊണ്ട് ഇയാൾ എന്താ ബുദ്ധിമുട്ടായി നിൽക്കാൻ. അപ്പൊ ഈ നെഗറ്റീവ് ചാർജ് എങ്ങനെയെങ്കിലും അയാൾ റിമൂവ് ചെയ്യാനും എങ്ങനെ സ്പ്രെഡ് ചെയ്യാനും വേണ്ടി നോക്കിക്കൊണ്ടിരിക്കുന്ന സമയത്ത് അയാൾ എന്തായാലും വീണ്ടും ഇലക്ട്രോൺസിന് അയാൾ എന്തായാലും വീണ്ടും ഇലക്ട്രോൺസിന് എന്തായാലും അക്സെപ്റ്റ് ചെയ്യില്ല. റാദർ വാട്ട് ദീസ് ഓക്സിജൻ വിൽ ഡു, ഇറ്റ് വിൽ എന്ത് ഡൊണേറ്റ് ദീസ് ഇലക്ട്രോൺ ഡെൻസിറ്റി ടു സിസ്റ്റം. ദാറ്റ് ഈസ് വൈ നെഗറ്റീവ്ലി അറ്റാച്ച്ഡ് ഗ്രൂപ്പ് ഡയറക്ട്ലി അറ്റാച്ച്ഡ് നെഗറ്റീവ് ഗ്രൂപ്പ് എന്താണ് പ്ലസ് ഇഫക്റ്റ് കാണിക്കാൻ കാരണം ഒരു എക്സാമ്പിൾ എടുത്ത് പറഞ്ഞു. എന്താ OH അറ്റാച്ച് ചെയ്യുന്ന O മൈനസ് അറ്റാച്ച് അല്ലെ. O മൈനസ് പറഞ്ഞാൽ ഡയറക്ട്ലി നെഗറ്റീവ് ആയിട്ടുള്ള ഗ്രൂപ്പാണ്. പക്ഷെ ഓക്സിജൻ ഇലക്ട്രോൺ നെഗറ്റീവ് ആറ്റായിട്ട് പോലും ഓക്സിജൻ എന്തായാലും ഓൾറെഡി നെഗറ്റീവ് ചാർജ് ഉണ്ടായതുകൊണ്ട് അതെന്തായാലും വീണ്ടും ഇലക്ട്രോൺസിനെ വിട്ടുകഴിഞ്ഞാൽ റാദർ എന്ത് ചെയ്യും ഇലക്ട്രോൺസിനെ എന്ത് ചെയ്യും ഡൊണേറ്റ് ചെയ്യും പാറ്റേൺ സിസ്റ്റം.
പക്ഷെ OH പറഞ്ഞ ഗ്രൂപ്പ് നോക്കും. OH എന്താ ഓൾറെഡി എന്താ ഓക്സിജൻ എന്താണ് ഒരു ഇലക്ട്രോൺ നെഗറ്റിവിറ്റി ആയിട്ടുള്ള ഗ്രൂപ്പാണ്. ഒരു എക്സ്ട്രാ ചാർജ് ഒന്നുമില്ല. അപ്പോൾ ഈ കേസിൽ എന്തായിരിക്കും ഓക്സിജൻ എന്തായിരിക്കും OH ഗ്രൂപ്പ് എന്താ ഇലക്ട്രോൺസിനെ വിഡ്രോ ചെയ്യും. ഇൻ ദിസ് കേസിൽ ഇതെന്താവും -A ഗ്രൂപ്പ് ആയിട്ട് ആക്ട് ചെയ്യും. അതുകൊണ്ടാണ് എന്ത് നമ്മൾ കൺഫ്യൂസ് ആകാൻ പാടില്ല. ഓക്സിജൻ O- ആണെങ്കിൽ ഓക്സിജൻ ഇലക്ട്രോൺ നെഗറ്റീവ് അല്ലേ, അതുകൊണ്ട് ഇത് -A ഗ്രൂപ്പ് ആവണമെങ്കിൽ അങ്ങനെയല്ല കൺസെപ്റ്റ്. അതല്ല, ഓക്സിജനിലുള്ള ചാർജ് നോക്കണം. ഓക്സിജൻ ഇപ്പം എന്താ ഇലക്ട്രോൺ റിച്ച് എന്നത് ആ റിച്ച് ഉണ്ടായതുകൊണ്ട് വീണ്ടും ഇലക്ട്രോൺസിനെ അക്സെപ്റ്റ് ചെയ്യില്ല, അതർ എന്താ ഇലക്ട്രോൺ ഡൊണേറ്റ് ചെയ്യും. അതുകൊണ്ടാണ് ഡയറക്ട്ലി അറ്റാച്ച്ഡ് എന്താ ഓക്സിജൻ NH2 മൈനസ് S- CH2 മൈനസ് എല്ലാം +I ഗ്രൂപ്പായ കാരണം. ഓക്കെ, സെക്കൻഡ് എക്സാമ്പിൾ എടുക്കുകയാണെങ്കിൽ ഫാസ്റ്റ് ആക്കാൻ. സെക്കൻഡ് എക്സാമ്പിൾ, സപ്പോസ് ആയ പാരന്റ് ചെയിന് O- അറ്റാച്ച് ചെയ്തു. പാരന്റ് ചെയിനിൽ എന്ത് കാർബോക്സിലേറ്റ് അറ്റാച്ച് ചെയ്തു. ഓക്കെ, അപ്പൊ ഇവിടെ എന്താ ഡയറക്റ്റ്ലി ആയിട്ട് നെഗറ്റീവ് ചാർജ് എന്ത് ചെയ്യണം, ഡയറക്റ്റ് ആയിട്ടാണ് നെഗറ്റീവ് ചാർജ് ഇവിടെ ഡൊണേറ്റ് ചെയ്യേണ്ടത്. ഇവിടെ ഡയറക്റ്റ് ആയിട്ടാണ് എന്ത് ചെയ്യുന്നത്, നെഗറ്റീവ് ചാർജ് ഡൊണേറ്റ് ചെയ്യുന്നത്. ഇവിടെ ഈ ഓക്സിജൻ ഡൊണേറ്റ് ചെയ്യണമെങ്കിൽ ഇടയ്ക്ക് എന്ത് ചെയ്തു, ഈ കാർബോക്സിലേറ്റ് ഡൊണേറ്റ് ചെയ്യാൻ റെഡിയാണ് പാരന്റ് ചെല്ലോട്ട് ഡൊണേറ്റ് ചെയ്യും. പക്ഷെ ഇടയ്ക്ക് ഒരു കാർബണിന്റെ ബോണ്ട് വന്നുകൊണ്ട് എന്ത് ബ്രേക്ക് ചെയ്തു, അതായത് ഡിസ്റ്റൻസ് കൂടി അല്ലേ. അതുകൊണ്ടാണ് ഡയറക്റ്റ്ലി അറ്റാച്ച് ചെയ്ത് എന്താ ചെയ്യുക, നെഗറ്റീവ് ചാർജീസ് നെഗറ്റീവ്ലി ചാർജ് സ്പീഷീസിന്റെ +I ഇഫക്റ്റ് കൂടാൻ കാരണം എന്തിനെക്കാട്ടി ഇൻഡയറക്ട്ലി അറ്റാച്ച്ഡ് +I നെഗറ്റീവ് ചാർജിനെക്കാട്ടി കൂടാൻ കാരണം. ഓക്കെ, വെരി ഗുഡ്. സോ ഈ എക്സാമ്പിളിൽ നിന്ന് അത് ക്ലിയർ ആയില്ലേ, ഡയറക്റ്റ് ഇൻഡയറക്റ്റ്. തേർഡ് ഒരു എക്സാമ്പിൾ എടുക്കുകയാണെങ്കിൽ സപ്പോസ് ഐ ഹാവ് ദ പാരന്റ് ചെയിൻ COO- and parent chain O- and ഓക്കെ. ഞാൻ പറഞ്ഞത് ദിസ് വൺ ഈസ് +I ഇഫക്റ്റ്. അപ്പൊ നിങ്ങൾ ചോദിക്കും ഇത് +I ഇഫക്റ്റ് കാണിക്കുന്ന ഗ്രൂപ്പാണ് കാർബോക്സിലേറ്റ്. ബട്ട് ഐ വിൽ സേ ദാറ്റ് ദിസ് മോളിക്യൂൾ ഈവൻ ദോ ഇറ്റ് ഈസ് എ നെഗറ്റീവ്ലി ചാർജ്, ഐ വിൽ സേ ദാറ്റ് ദിസ് വൺ ഈസ് എ -I ഇഫക്റ്റ്. ഒരു പോയിന്റ് ഞാൻ ഇവിടെ നിന്ന് പറയാൻ പോകുന്നത്, ഇറ്റ്സ് നോട്ട് നെസസറി ദാറ്റ് ഓൾ നെഗറ്റീവ്ലി ചാർജ്ഡ് സ്പീഷീസ് ആർ ഓൾ നെഗറ്റീവ്ലി ചാർജ്ഡ് സ്പീഷീസ് ഷോ +I ഇഫക്റ്റ്. ഈ എക്സാമ്പിളോട് നിങ്ങൾക്ക് ക്ലിയർ ആയോ? ഈ കേസില് നമുക്കറിയാം ഓക്സിജൻ എന്താ ഇലക്ട്രോൺസിന് എന്താ ചെയ്യും, ഡൊണേറ്റ് ചെയ്യൽ. ഈ O- ഈ ഓക്സിജൻ ഇലക്ട്രോൺസിന് ഡൊണേറ്റ് ചെയ്യൽ മസ്റ്റാണ്. കാരണം ഓക്സിജൻ എങ്ങനെയെങ്കിലും ഇലക്ട്രോൺസിന് ഡൊണേറ്റ് എന്ത് ചെയ്യണോ, റിമൂവ് ചെയ്യണം എക്സസ് ഇലക്ട്രോൺ വെച്ചിട്ട്. പക്ഷെ ഈ കാർബണയിലുള്ള ഈ ഓക്സിജൻ ഉണ്ടല്ലോ, ഈ ഓക്സിജൻ നമുക്കറിയാം എന്താ ഇതിന്റെ ടെൻഡൻസി എന്താ, ഇലക്ട്രോൺസിനെ വിഡ്രോ ചെയ്യാൻ അല്ലെ, ടെൻഡൻസി ആണ്. പക്ഷെ ആ ടെൻഡൻസി ഈ നെഗറ്റീവ് ചാർജ് ഈ O- ഇലക്ട്രോൺസിനെ ഡൊണേറ്റ് ചെയ്യുന്ന അത്രത്തോളം ഇമ്പോർട്ടൻസ് ഇല്ല അതിന്. ഈ കമ്പാരിസൺ നോക്കുമ്പോൾ ഈ O- ഇലക്ട്രോൺസിനെ ഡൊണേറ്റ് ചെയ്യേണ്ട ടെൻഡൻസിയാണ്, അതാണ് ഏറ്റവും ഇമ്പോർട്ടൻസ്. അയാളതാണ് ഏറ്റവും മുൻഗണന കൊടുക്കേണ്ടത് ഈ വിഡ്രോ ചെയ്യുന്ന കണ്ടി. ഓക്കെ, അൾട്ടിമേറ്റ്ലി ഇവിടെ ആരാണ് വിജയിക്കേണ്ടത്, ഈ O- എന്ത് ചെയ്യും, O- ഡൊണേഷൻ ടെൻഡൻസി ആയിരിക്കും ഇവിടെ എന്ത് ചെയ്യുക, ഈ ഡബിൾ ബോണ്ട് ഓക്സിജന്റെ വിഡ്രോയിനെ കാട്ടി ഡോമിനേറ്റ് ചെയ്യൽ. ദാറ്റ് ഈസ് വൈ ഈ ഗ്രൂപ്പ് എന്താ +I വന്നു. ഈ കേസിലോട്ട് നോക്കണമെങ്കിൽ നമുക്കറിയാം ദിസ് O- ഈസ് റെഡി ടു ഡൊണേറ്റ്. ബട്ട് നൗ വി ഹാവ് അല്ലെ, ടു ഡബിൾ ബോണ്ട് എന്തായിരിക്കും, സോറി, ഈ ടു ഡബിൾ ബോണ്ട് എന്ത് ചെയ്യും, ഇലക്ട്രോൺസിനെ എന്ത് ചെയ്യും, വിഡ്രോ ചെയ്യില്ല, വിഡ്രോ ചെയ്യും. ഇതെന്ത് ചെയ്യും, ഇലക്ട്രോൺസിനെ വിഡ്രോ ചെയ്യും. ഇപ്പൊ രണ്ട് വിഡ്രോയിങ്ങും ഒരാൾ ഡൊണേഷൻ. ആ കേസിൽ എന്തായിരിക്കും, ആ കേസിൽ ഡെഫിനറ്റ്ലി വിഡ്രോയിങ് ഡോമിനേറ്റ് ചെയ്യും. ഇപ്പോൾ ഈക്വൽ ആയി വരാണ്, ഒരു വിഡ്രോയിങ്ങും ഒരു ഡൊണേഷനും വരുമ്പോൾ ഡൊണേഷൻ ആയിരിക്കും കൂടുതൽ പ്രയോറിറ്റി. കാരണം അയാൾ ആ നെഗറ്റീവ് ചാർജ് എങ്ങനെയും കുറക്കണം. പക്ഷെ ഒരു ഡൊണേഷനും രണ്ട് വിഡ്രോവലും വന്നു കഴിഞ്ഞാൽ എന്ത് ചെയ്യും, അവിടെ എക്സസ് ആയിട്ട് എന്ത് ചെയ്യും, വിഡ്രോവൽ എന്ത് ചെയ്യും, ഡോമിനേറ്റ് ചെയ്ത് എക്സസ് ആയി വന്നില്ലേ. ദാറ്റ് ഈസ് വൈ എന്തായിരിക്കും ഇവിടെ ഈ സൾഫോണൈറ്റ് ഗ്രൂപ്പിന്റെ കേസിൽ എന്തായി മാറി, ഈ സൾഫോണൈൽ ഗ്രൂപ്പ് -I ഗ്രൂപ്പായി ആക്ട് ചെയ്യാൻ കാരണം. ഓക്കെ, സോ ദാറ്റ് ഈസ് വൈ ഐ റോട്ട് ദാറ്റ് നോട്ട് നെസസറി ദാറ്റ് ഓൾ നെഗറ്റീവ് ചാർജസ് എന്ത് ചെയ്യാം +I ഇഫക്റ്റ്. നിങ്ങൾ ഇൻഡക്റ്റീവ് ഇഫക്റ്റിന്റെ ഓർഡർ നോക്കുമ്പോൾ നിങ്ങൾക്ക് ചിലപ്പോൾ സൾഫൈൻ ഗ്രൂപ്പ് എന്താ -I ഇഫക്റ്റിലായിരിക്കും. അപ്പൊ നിങ്ങൾ വിചാരിക്കരുത് എന്ത്, ഞാൻ ക്ലാസ്സിൽ പറഞ്ഞല്ലോ ഓൾ നെഗറ്റീവ്ലി ചാർജ് സ്പീഷീസ് എല്ലാം +I ഗ്രൂപ്പ് കാണിക്കണം എന്ന് ഒരു നിർബന്ധമില്ല. ഈ ഡിസ്കസ്ഡ് ദാറ്റ് ഇൻ കേസ് ഓഫ് ഇൻഡയറക്ട്ലി അറ്റാച്ച്ഡ് എന്താ സിസ്റ്റത്തിന്റെ കേസിൽ തേർഡ് എക്സാമ്പിളോട് നമ്മൾ എക്സ്പ്ലെയിൻ ചെയ്തു. സോ നൗ എമൗണ്ട് ഡയറക്ട്ലി
Now among directly attached നെഗറ്റീവ് ചാർജിന്റെ കേസ് എടുക്കുകയാണെങ്കിൽ ഡയറക്ട്ലി അറ്റാച്ച്ഡ് നെഗറ്റീവ് കേസ് ഇത് നെഗറ്റീവ് ഗ്രൂപ്പിന്റെ കേസ് എടുക്കുകയാണെങ്കിൽ ട്രെൻഡ് എന്താ വരല്ലേ പ്ലസ് ഐ ഇഫക്റ്റ് ഈസ് ഇൻവേഴ്സ്ലി പ്രൊപ്പോർഷണൽ ടു ഇലക്ട്രോനെഗറ്റിവിറ്റി അല്ലേ. എക്സാമ്പിൾ എടുക്കുകയാണെങ്കിൽ സപ്പോസ് ഐ ടേക്ക് വൺ എക്സാമ്പിൾ. I have CH3 minus, I have NH2 minus, I have OH minus അല്ലേ. സോ നമുക്കറിയാം ഇതെല്ലാം ഡയറക്ട്ലി അറ്റാച്ച് ചെയ്തിട്ട് നമ്മൾ പാരന്റ് ജോയിന്റ് ഡയറക്ട്ലി അറ്റാച്ച് ചെയ്തിട്ടുള്ള ഇതിനെ എ എന്ന് കൊടുത്തു ബി എന്ന് കൊടുത്തു ഡയറക്ട്ലി അറ്റാച്ച് ചെയ്തിട്ടുള്ള ഗ്രൂപ്പാണ്. ഡയറക്ട്ലി അറ്റാച്ച് നെഗറ്റീവ് ഗ്രൂപ്പിന് കേസിൽ എമൗണ്ട് അങ്ങനെയുള്ള ഗ്രൂപ്പിൽ നമ്മൾ ഇൻഡക്റ്റീവ് ഇഫക്റ്റ് ഡിസ്കസ് ചെയ്യുമ്പോൾ ഏത് ഓർഡർ ഫോളോ ചെയ്യേണ്ടി ഇലക്ട്രോനെഗറ്റിവിറ്റി പ്ലസ് ഈസ് ഇൻവേഴ്സ്ലി പ്രൊപ്പോർഷണൽ ടു ഇലക്ട്രോനെഗറ്റിവിറ്റി. ഇലക്ട്രോനെഗറ്റിവിറ്റി കൂടുമ്പോൾ നമുക്കറിയാം ഡ്രോയിങ് കൂടുമ്പോൾ എന്തായിരിക്കും ഡൊണേഷൻ ടെൻഡൻസി എന്തായാലും കുറയും അല്ലേ, പ്ലസ് ഇഫക്റ്റ് കുറയും. അപ്പൊ അത് നോക്കുമ്പോൾ നമുക്കറിയാം ഇലക്ട്രോനെഗറ്റിവിറ്റി ഏറ്റവും കൂടുതൽ ഓക്സിജൻ ആണ് കൂടുതൽ ദെൻ നൈട്രജൻ ദെൻ കാർബൺ. സോ മൈനസ് ഇഫക്റ്റിന്റെ ഓർഡർ എന്തായിരിക്കും പ്ലസ് ഇഫക്റ്റിന്റെ ഓർഡർ എ ഗ്രേറ്റർ ദാൻ ബി ഗ്രേറ്റർ ദാൻ സി. ക്ലിയർ ആണോ? ഓക്കെ, വെരി ഗുഡ്. സോ ഡയറക്ട്ലി അറ്റാച്ചിന്റെ കേസ് നമ്മൾ ഡിസ്കസ് ചെയ്തു. അങ്ങനെയാണെങ്കിൽ ഒരു ക്വസ്റ്റ്യൻ നിങ്ങളൊരു ക്വസ്റ്റ്യൻ നിങ്ങൾ ആൻസർ പറയാൻ നോക്കട്ടെ. ലെറ്റ്സ് സീ which question I will give you. Okay, minus O, this one is a പെട്ടെന്ന് പറയാം നമുക്ക് അടുത്ത ക്വസ്റ്റ്യൻ. CH2 മൈനസ്. ഓക്കെ, ബി സി ഡി. ഇതിന്റെ ഓർഡർ പറയാം, പ്ലസ് ഇഫക്റ്റിന്റെ ഓർഡർ പറയാം. പറയൂ പെട്ടെന്ന് പറയാം പറ്റുമോ? പെട്ടെന്ന് പറയാം. A C D B. Why not B? B എന്താ ഫസ്റ്റ് വരാന്? Indirectly attached. വെരി ഗുഡ്. ഇൻഡയറക്ട്ലി അറ്റാച്ച് ചെയ്തുകൊണ്ട് ബി എന്തായിരിക്കും ലാസ്റ്റ് വരും. നൗ എ സി ഡിയിൽ ഏത് ഓർഡർ ഫോളോ ചെയ്യണ്ടേ? എന്താ നോക്കണ്ടേ? ഇലക്ട്രോനെഗറ്റിവിറ്റി അല്ലേ? സോ ഏത് വരും? ഡി ദെൻ സി ദെൻ എ അല്ലേ? ഇത് CH2 മൈനസ് ആണ് ലാസ്റ്റ് ഉള്ളത്. ഓക്കെ, വെരി ഗുഡ്. ഓക്കെ, അപ്പൊ അത് നെഗറ്റീവ്ലി ചാർജിന്റെ കേസ് പറഞ്ഞു. നമ്മൾ സെക്കൻഡ് ഡിസ്കസ് ചെയ്യാൻ പോകുന്നുണ്ട്. സെക്കൻഡ് ആയിട്ട് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് എന്താണ്? ലെസ് ഇലക്ട്രോനെഗറ്റീവ് ഗ്രൂപ്പ്. അതായത് ലെസ് ഇലക്ട്രോനെഗറ്റീവ് ഗ്രൂപ്പ് പറഞ്ഞാൽ കീ എലമെന്റ് ഇലക്ട്രോനെഗറ്റിവിറ്റി എന്തായിരിക്കും? കീ എലമെന്റ് ഇലക്ട്രോനെഗറ്റിവിറ്റി എന്തായിരിക്കും? ലെസ് ദാൻ എന്തായിരിക്കും? കാർബൺ ആയിരിക്കും. എക്സാമ്പിൾ എടുത്ത് പറഞ്ഞു കഴിഞ്ഞാൽ സപ്പോസ് എക്സാമ്പിൾ എടുക്കുക. I have parent chain and I have magnesium അല്ലേ? I have parent chain magnesium. മഗ്നീഷ്യത്തിന് നമുക്കറിയാം ഇലക്ട്രോനെഗറ്റിവിറ്റി എന്തായിരിക്കും? മഗ്നീഷ്യത്തിന്റെ ഇലക്ട്രോനെഗറ്റിവിറ്റി കാർബണെക്കാട്ടി കുറവാണ്. സോ ഡെഫിനറ്റ്ലി ഇത് എന്തായിരിക്കും? ഇലക്ട്രോൺസിന് ഡൊണേറ്റ് ചെയ്യും. അതുകൊണ്ട് ഇതൊരു പ്ലസ് ഗ്രൂപ്പാണ്. നോ സെക്കൻഡ് എക്സാമ്പിൾ ആയിട്ട് പി സി സിലിക്കൺ Me3 അല്ലെ? സിലിക്കന്റെ ഇലക്ട്രോനെഗറ്റിവിറ്റി എന്തോ കാർബണായിട്ട് കൂടുതലാണ്. അപ്പൊ ഇതെന്താ സിലിക്കൺ എന്തോ ഇലക്ട്രോൺസിന് ഡൊണേറ്റ് ചെയ്യും. സോ ഇതെന്തായാലും പ്ലസ് ഗ്രൂപ്പാണ്. ഈ കേസിൽ നമ്മൾ എന്തായി നോക്കണ്ടേ? ഇങ്ങനെയുള്ള ഗ്രൂപ്പിലും ഡയറക്ട്ലി അറ്റാച്ച് ചെയ്തതിന്റെ ഗ്രൂപ്പിലും ലെസ് ഇലക്ട്രോനെഗറ്റീവ് ഗ്രൂപ്പ് വരുമ്പോഴും പ്ലസ് ഇഫക്റ്റിന്റെ ഓർഡർ എന്തായിരിക്കും? ഇൻവേഴ്സ്ലി പ്രൊപ്പോർഷണൽ ടു ഇലക്ട്രോനെഗറ്റിവിറ്റി. എക്സാമ്പിൾ ഈ രണ്ട് കേസിന് എക്സാമ്പിൾ എടുക്കുന്നത് among A and B, we know that മഗ്നീഷ്യത്തിന് ഇലക്ട്രോനെഗറ്റീവ് നോക്കുമ്പോൾ ഏത് ഇലക്ട്രോനെഗറ്റീവ് കൂടുതൽ? ഇലക്ട്രോനെഗറ്റിവിറ്റി കൂടുതൽ സിലിക്കണാണ് മഗ്നീഷ്യം. സിലിക്കന്റെ ഇലക്ട്രോനെഗറ്റിവിറ്റി അല്ലേ കൂടുതലേ? അല്ല, മാഗ്നീഷ്യം എന്ന് പറഞ്ഞാൽ മഗ്നീഷ്യം ആൽക്കലി മെറ്റൽസ് അല്ലേ? അപ്പൊ ഇലക്ട്രോനെഗറ്റിവിറ്റി എന്തായാലും കുറവ്, ഇലക്ട്രോ പോസിറ്റീവ് അല്ലാണ്. അപ്പൊ ഇലക്ട്രോനെഗറ്റിവിറ്റി കൂടുതൽ സിലിക്കണാണ്. ഞാൻ പറഞ്ഞു പ്ലസ് ഇഫക്റ്റ് ഈസ് ഇൻവേഴ്സ്ലി പ്രൊപ്പോർഷണൽ ടു ഇലക്ട്രോനെഗറ്റിവിറ്റി. സോ എന്തായാലും പ്ലസ് ഇഫക്റ്റിന്റെ ഓർഡർ എന്തായിരിക്കും? എമൗണ്ട് മഗ്നീഷ്യം എമൗണ്ട് എ ആൻഡ് ബി. രണ്ട് ക്വസ്റ്റ്യൻ എടുക്കുകയാണെങ്കിൽ എ ആൻഡ് ബി എടുക്കുകയാണെങ്കിൽ എക്സാമ്പിളിൽ പ്ലസ് ഇഫക്റ്റിന്റെ ഓർഡർ എന്തായിരിക്കും? പ്ലസ് ഇഫക്റ്റിന്റെ ഓർഡർ ഈസ് നോട്ട് എ ഈസ് ഗ്രേറ്റർ ദാൻ ബി. ക്ലിയർ ആണോ അഞ്ജന? അതായത് ഡയറക്റ്റ് സെക്കൻഡ് കേസ് ആയിട്ട് നമ്മളിവിടെ ഓൾറെഡി ഡിസ്കസ് ചെയ്തില്ല. ഇവിടെ നോക്കൂ, ഇത് നമ്മൾ ക്ലിയർ ചെയ്തു. നെഗറ്റീവ്ലി ചാർജിന്റെ കേസ് ഡിസ്കസ് ചെയ്തു. ഇനി രണ്ടാമതായിട്ടുള്ള ലെസ് ഇലക്ട്രോനെഗറ്റീവ് ആയിട്ടുള്ള പ്ലസ് ഗ്രൂപ്പിന്റെ
കുറിച്ച് ഞാൻ ഡിസ്കസ് ചെയ്യുന്നുണ്ട്. ഓക്കെ, അപ്പോൾ മനസ്സിലാണ്ടോ? ഹലോ, ഇപ്പോൾ ലെസ് ഇലക്ട്രോനെഗറ്റീവ് ആയിട്ടുള്ള ഗ്രൂപ്പ് ഡിസ്കസ് ചെയ്യുമ്പോൾ നമ്മൾ അതിൽ ഈ എലമെന്റിന്റെ ഇലക്ട്രോനെഗറ്റിവിറ്റി പറയണം. അതായത് നമ്മൾ പാരന്റ് ചെയിനുമായിട്ട് ഡയറക്ട്ലി അറ്റാച്ച് ചെയ്ത എലമെന്റിനെ നമ്മൾ കീ എലമെന്റ് എന്ന് വിളിക്കല്. ആ കീ എലമെന്റിന്റെ ഇലക്ട്രോനെഗറ്റിവിറ്റി ബേസ് ചെയ്തിട്ടാണ് നമ്മൾ എന്ത് ചെയ്യേണ്ടത്, ഈ ഈ ഗ്രൂപ്പിന്റെ ലെസ് ഇലക്ട്രോനെഗറ്റീവ് ഗ്രൂപ്പിന്റെ പ്ലസ് ഇഫക്റ്റ് പറയുന്നത്. ഈ എലമെന്റ് ഇലക്ട്രോനെഗറ്റിവിറ്റി എന്തായിരിക്കണം, കാർബണെക്കാട്ടി എന്തായിരിക്കണം, കുറവായിരിക്കണം. എന്നാലും മാത്രമേ എന്തായാലും പ്ലസ് ഇഫക്റ്റ് കാണിക്കുള്ളൂ. ഈ എമോങ് ഇങ്ങനെയുള്ള ഗ്രൂപ്പ് തന്നെ പ്ലസ് ഇഫക്റ്റിന്റെ ഓർഡർ എന്തായിരിക്കും, ഇലക്ട്രോനെഗറ്റിവിറ്റിന് ഇൻവേഴ്സ് റിലേഷൻ ആയിരിക്കും. ഇപ്പൊ ഞാൻ രണ്ട് കേസ് എടുത്തു. മഗ്നീഷ്യം ഡയറക്റ്റായി അറ്റാച്ച് ചെയ്യുന്ന ഗ്രൂപ്പ്, മഗ്നീഷ്യം ആർ, സിലിക്കൺ Me3 അറ്റാച്ച് ചെയ്യുന്ന ഗ്രൂപ്പ്. ഇത് രണ്ടും പ്ലസ് ഇഫക്റ്റ് കാണിക്കും, കാരണം രണ്ടിന്റെ ഇലക്ട്രോനെഗറ്റിവിറ്റി കാർബണെക്കാട്ടി കുറവാണ്. ഇവർ തമ്മിലുള്ള കമ്പാരിസൺ ചോദിക്കുമ്പോൾ ഞാൻ എന്ത് ചെയ്യണം, ഐ ഹാവ് ടു ലുക്ക് ഫോർ ദിസ് റൂൾ അല്ലെ. പ്ലസ് ഇഫക്റ്റ് ഈസ് ഇൻവേഴ്സ്ലി പ്രൊപ്പോർഷണൽ ടു ഇലക്ട്രോനെഗറ്റിവിറ്റി അല്ലെ. ഇവർ തമ്മിൽ ഇലക്ട്രോനെഗറ്റിവിറ്റി ആർക്കാണ് കൂടുതൽ, അവർക്കായിരിക്കും പ്ലസ് ഇഫക്റ്റ് എന്തായാലും കൂടുതൽ. ക്ലിയർ ആയോ? ക്ലിയർ ആയി. മഗ്നീഷ്യത്തിന്റെ ഇലക്ട്രോനെഗറ്റിവിറ്റി കുറവാണ് സിലിക്കനെക്കാട്ടെ, അപ്പോൾ മഗ്നീഷ്യത്തിന് എന്തായിരിക്കും പ്ലസ് ഇഫക്റ്റ് കൂടുതലായിരിക്കും ഞാനെക്കാട്ടെ. ഓക്കെ ഓക്കെ. നോ തേർഡ് ആയിട്ടുള്ള കേസ്, തേർഡായിട്ട് നമ്മൾ ഡിസ്കസ് ചെയ്യുമ്പോൾ തേർഡ് പോയിന്റ് ആൽക്കൈൽ ഗ്രൂപ്പിന്റെ ഗ്രൂപ്പ്. ഓക്കെ, പെട്ടെന്ന് പറഞ്ഞു പോകാൻ നമുക്ക് ആൽക്കൈൽ ഗ്രൂപ്പിന്റെ കേസ് എടുക്കുകയാണെങ്കിൽ ഫസ്റ്റ് കേസ് എന്താ ചെയ്യാം, ആൽക്കൈൽ ഗ്രൂപ്പിന്റെ കേസ് എന്താ, ഇൻഡക്റ്റീവ് ഇഫക്റ്റ് പ്ലസ് ഇഫക്റ്റ് ഇൻക്രീസ് വിത്ത് നമ്പർ ഓഫ് കാർബൺ ഇൻക്രീസ് പ്ലസ് ഇഫക്റ്റ് കൂടും. എക്സാമ്പിൾ എടുക്കുകയാണെങ്കിൽ I have parent chain CH3, I have parent chain CH3, then I have parent chain CH2, അല്ലേ? വിത്ത് ഇൻക്രീസിങ് കാർബൺ, മീഥൈൽ ഈഥൈൻ, കാർബൺ ഇൻക്രീസ് ചെയ്യുന്നതനുസരിച്ച് എന്തോ പ്ലസ് ഇഫക്റ്റ് കൂടും. പ്ലസ് ഇഫക്റ്റ് എന്താ ഇൻക്രീസ് ചെയ്യും. ഫസ്റ്റ് പോയിന്റ്. സെക്കൻഡ് പോയിന്റ് എന്താണ്, with increasing plus the effect is directly proportional to number of branches. Example എടുക്കുക, parent chain have CH3. Okay, parent chain, now I have parent chain CH2 CH3, this one is A, B. Now I have parent chain CH3 this makes see കണ്ടോ. ഫസ്റ്റ് ഇഫക്റ്റ് പ്ലസ് ഇഫക്റ്റ് ഇൻക്രീസ് നമ്പർ ഓഫ് കാർബൺ. അത് കഴിഞ്ഞ് സെക്കൻഡ് പോയിന്റ് എന്താ, പ്ലസ് ഇഫക്റ്റ് ഈസ് പ്രൊപ്പോർഷണൽ ടു നമ്പർ ഓഫ് ബ്രാഞ്ചിങ്. പാരന്റ് ചെയിൻ അത് ഞാൻ കഴിഞ്ഞു അല്ല. പാരന്റ് ചെയിനിൽ എന്തായിരിക്കും, ബ്രാഞ്ചിങ് ഇല്ല. ബ്രാഞ്ചിങ്ങിന് 0 ബ്രാഞ്ച്. സെക്കൻഡ് കാർബൺ നോക്കുന്നത് ഒരു ബ്രാഞ്ചിങ് ഉണ്ട് അല്ലെ. സെക്കൻഡ് കേസിൽ എന്താ, ഒരു ബ്രാഞ്ച്, 1 ബ്രാഞ്ച്. തേർഡ് കേസിൽ എന്താ, എത്ര ബ്രാഞ്ചിങ് ഉണ്ട്, 2 ബ്രാഞ്ചിങ് ഉണ്ട്. സോ 2 ബ്രാഞ്ചിങ്, ഇവിടെ 2 ബ്രാഞ്ചിങ്, ഇവിടെ 1 ബ്രാഞ്ചിങ്, ഇവിടെ 0 ബ്രാഞ്ച്. ബ്രാഞ്ചിങ് ഇൻക്രീസിനനുസരിച്ച് എന്താ പ്ലസ് ഇഫക്റ്റ് കൂടും. അപ്പൊ പ്ലസ് ഇഫക്റ്റിന് ഓർഡർ എന്തായിരിക്കും, ഈ ഗ്രേറ്റർ ദാൻ വെരി ഗ്രേറ്റർ ദാൻ. ഈ നോക്കുകയാണെങ്കിൽ ആദ്യത്തെ കേസ് എടുക്കുകയാണെങ്കിൽ ഈ കാർബണിന്റെ ഡിഗ്രി എന്താണ്, ഈ കാർബൺ എന്ത് ഡിഗ്രിയാണ് പറയാൻ പറ്റുമോ, എന്താണ് പ്രൈം ഹലോ, ഇതെന്ത് ടൈപ്പ് കാർബണാണ്? പ്രൈമറി. വെരി ഗുഡ്, പ്രൈമറി അല്ലേ. സെക്കൻഡ് വൺ ഈസ് one second. Carbon confused. One second. Second one is the example of the cross check. Okay. Example, let us example on the list change. Okay. No problem. But on the so another example, carbon system CH2 CH3. Okay. CH3. B is parent chain. I have parent chain. This CH2 CH3 C is again parent chain CH
sorry, not C, C3, C3, and one more CH3. Okay. ഫസ്റ്റത്തെ കാർബൺ നോക്ക് ബ്രാഞ്ചിങ് എന്താ ഫസ്റ്റത്തെ കാർബണിൽ ബ്രാഞ്ചിങ് 0, സെക്കൻഡ് കാർബണിൽ എന്താ ഒരു ബ്രാഞ്ചിങ് ഇല്ല 1 ബ്രാഞ്ചിങ്, തേർഡ് കാർബൺ എന്തുണ്ട് തേർഡ് കാർബണിൽ തേർഡ് മോളിക്കുലർ 2 ബ്രാഞ്ച്. സോ ഇൻഡക്റ്റീവ് ഇഫക്റ്റ് നമുക്കറിയാം പ്ലസ് ഇഫക്റ്റിനോട് ബ്രാഞ്ചിങ് ഇൻക്രീസ് ചെയ്യുമ്പോൾ എന്താ ഇൻഡക്റ്റീവ് ഇഫക്റ്റ് കൂടും. സോ സി ഗ്രേറ്റർ ദാൻ ബി ആഡ് ചെയ്യാം. ഇനി നമ്മൾ ഇതിന്റെ ഡിഗ്രി നോക്കുമ്പോൾ നമുക്കറിയാം ഫസ്റ്റത്തെ കാർബൺ അറ്റാച്ച് ചെയ്തിരിക്കുന്നത് ഒരു കാർബണായിട്ട് മാത്രമാണ്, ഓൺലി ദിസ് കാർബണായിട്ട് മാത്രം. ഇത് നമ്മൾ വിളിക്കുന്നത് പ്രൈമറി. സെക്കൻഡ് കേസ് നോക്കൂ, കാരണം എത്ര കാർബണായിട്ട് അറ്റാച്ച് ചെയ്തിട്ടുണ്ട് ഡിഗ്രി ജസ്റ്റ് നിങ്ങൾ ഒരു ഐഡിയക്ക് വേണ്ടി പറയാം ഡിഗ്രി ഓഫ് സാച്ചുറേഷൻ അല്ലേ സെക്കൻഡറി കാർബൺ, കാരണം ഈ ഡയറക്ട്ലി അറ്റാച്ച് ചെയ്തിരിക്കുന്ന കാർബൺ 2 കാർബണായിട്ട് അറ്റാച്ച് ചെയ്യുന്നത്, അതുകൊണ്ട് സെക്കൻഡറി കാർബൺ. തേർഡ് എക്സാമ്പിളോട്ട് നോക്കൂ, എത്ര കാർബണായിട്ട് അറ്റാച്ച് ചെയ്തിട്ടുണ്ട് 3 കാർബണായിട്ട്, അപ്പോൾ ഇതിനെ വിളിക്കുന്നത് ടെറിഷ്യറി. ഇവിടെ നമ്മളൊരു കൺക്ലൂഷൻ നിങ്ങൾക്ക് എഴുതാം. കൺക്ലൂഷൻ ഇസ് ദാറ്റ് പ്ലസ് ഇഫക്റ്റിന്റെ ഓർഡർ ഇസ് ദാറ്റ് ടെറിഷ്യറി കാർബൺ ദെൻ പ്രൈമറി സെക്കൻഡറി ആൻഡ് പ്രൈമറി. ദിസ് വുഡ് ബി ഇതെന്തായിരിക്കും നിങ്ങൾക്ക് അറിഞ്ഞിരിക്കുന്നത്. ക്ലിയർ ആയോ? എക്സാമ്പിളോട് നമ്മൾ കൺക്ലൂഡ് ചെയ്തു. ഇത് ക്ലിയർ ആണോ? ഓക്കെ, അങ്ങനെയാണെങ്കിൽ ഇത് വെച്ചിട്ട് വെരി ഗുഡ്. ഇങ്ങനെയാണെങ്കിൽ ഒരു എക്സാമ്പിൾ ചെയ്യാം. ലെറ്റസ് ഡിസ്കസ് വൺ എക്സാമ്പിൾ. ഒരു എക്സാമ്പിൾ ചെയ്താലോ? ചെയ്തൂടെ? ഒരു ക്വസ്റ്റ്യൻ ചെയ്താലോ? ഡിസ്കസ് അബൌട്ട് ക്വസ്റ്റ്യൻ ചെയ്യാം. പറയൂ. Inductive effect decreases with increase in distance. പിന്നെ ഇവിടെ പ്ലസ് ഇഫക്ട് ഇൻക്രീസ് വിത്ത് നമ്പർ ഓഫ് കാർബൺ കൂടുമ്പോ ഡിസ്റ്റൻസും കൂടില്ല. എങ്ങനെ? അല്ല, ഇൻഡക്റ്റീവ് ഇഫക്ട് കുറയുമ്പോ ഡിസ്റ്റൻസ് കൂടുമ്പോ ഇൻഡക്റ്റീവ് ഇഫക്ട് കുറയുമെന്ന് പറയില്ലേ? അതെ. പക്ഷെ ഇവിടെ നമ്മൾ ബ്രാഞ്ചിങ് ഫസ്റ്റ് അറ്റാച്ച് ചെയ്ത പാരന്റ് കാർബണുമായി ഫസ്റ്റ് അറ്റാച്ച് ചെയ്ത കാർബണിലല്ലേ ബ്രാഞ്ചിങ് വന്നേ. ഫസ്റ്റ് പോയിന്റ് പ്ലസ് ഇഫക്ട് ഇൻക്രീസ് വിത്ത് നമ്പർ ഓഫ് കാർബൺ. ഫസ്റ്റ് ഇഫക്ട് ഇൻക്രീസ് വിത്ത് നമ്പർ ഓഫ് കാർബൺ. പക്ഷേ അത് വെരി ഗുഡ് ക്വസ്റ്റ്യനെ. അതെന്താ വെച്ചാല് പോയിന്റ് ഈസ് ഓക്കെ. പക്ഷേ ഈ ആൽക്കൈൽ ഗ്രൂപ്പിന്റെ കേസിൽ ആൽക്കൈൽ ഗ്രൂപ്പിൽ എന്തായിരിക്കും ആൽക്കൈലിന് എന്തായിരിക്കും ഡൊണേഷൻ ടെൻഡൻസി പ്ലസ് ഡൊണേറ്റ് ചെയ്യേണ്ട ടെൻഡൻസി എന്തായിരിക്കും? ആൽക്കൈൽ ഗ്രൂപ്പിന്റെ ഡൊണേഷൻ ടെൻഡൻസി കൂടുതലല്ലേ? അപ്പൊ എത്രത്തോളം ആൽക്കൈൽ ഗ്രൂപ്പ് കൂടുന്നു അത്രത്തോളം എന്താ ഡൊണേഷൻ കൂടും അല്ലേ? ഡൊണേഷൻ കൂടുമ്പോൾ എന്തായിരിക്കും? ആൽക്കൈൽ ഗ്രൂപ്പിന്റെ കേസിൽ നമ്മളെന്താ ഈ ബേസിക്കലി ഇൻഡക്റ്റീവ് ഇഫക്റ്റ് ഡിസ്റ്റൻസ് കൂടുന്നതനുസരിച്ച് കൂടണം. പക്ഷെ ആൽക്കൈൽ ഗ്രൂപ്പ് നമ്മൾ ഡിസ്കസ് ചെയ്യുമ്പോൾ ആൽക്കൈലിന്റെ നമുക്ക് ഓൾറെഡി നോ ദാറ്റ് ആൽക്കൈൽ ഗ്രൂപ്പ് എന്താ ഡൊണേഷൻ ടെൻഡൻസി ഉള്ള ഗ്രൂപ്പുകളാണ്. ഡൊണേഷൻ ടെൻഡൻസി കൂടുന്നതനുസരിച്ച് എന്തായിരിക്കും നമ്പർ ഓഫ് കാർബൺ കൂടുന്നതനുസരിച്ച് അത്രത്തോളം ഡൊണേറ്റ് ചെയ്യാനുള്ള ടെൻഡൻസി അവിടെ കൂടും. അപ്പോൾ എന്തായിരിക്കും ഇൻഡക്റ്റീവ് ഇഫക്റ്റ് കൂടണം. വേറെ ആൽക്കൈൽ അല്ലാത്ത വേറെ ഗ്രൂപ്പുകൾ ഞാൻ നേരത്തെ പറഞ്ഞു O- ചാർജ്ഡ് അങ്ങനത്തെ കേസ് വരുമ്പോൾ എന്തായിരിക്കും ആ ഇഫക്റ്റ് എന്തായിരിക്കും ഡിസ്റ്റൻസ് മാറുന്നതനുസരിച്ച് കുറയും. ഓക്കെ, ആൽക്കൈൽ നമ്മൾക്ക് ഐഡിയ ഉപയോഗിക്കാറില്ല കാരണം നമ്മൾ ക്വസ്റ്റ്യൻ അത് വെച്ചിട്ട് ക്വസ്റ്റ്യൻസ് വരും. ക്വസ്റ്റ്യൻ വരുമ്പോൾ ഒന്നുകൂടി ക്ലിയർ ആവും. ഓക്കെ, അപ്പൊ ഇത് വെച്ചിട്ട് ഇത് ബേസ് ചെയ്തിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ ചെയ്യാം. ഓക്കെ, ആൽക്കൈലിന്റെ കേസിൽ നിങ്ങൾ എന്താ ചെയ്യുക അങ്ങനെ ചെയ്യുന്നത് ആൽക്കൈൽ ആസ് എ ഡോണർ ഗ്രൂപ്പ് ആയിട്ട് കൺസിഡർ ചെയ്യണം. എത്രത്തോളം കാർബൺ കൂടുന്നു അത്രത്തോളം ഡൊണേഷൻ ടെൻഡൻസി കൂടും. പ്ലസ് എഫക്ട് എന്ത് ചെയ്യണം കൂടും. ഓക്കെ, ജനറലി സ്പീക്കിംഗ് ആണെങ്കിൽ അതർ കേസ് ജനറലി സ്പീക്കിംഗ് ആണെങ്കിൽ എന്തായിരിക്കും എഫക്ട് എന്തായിരിക്കണം? ഓക്കെ, അപ്പൊ ഒരു ക്വസ്റ്റ്യൻ നോക്കുക. ഒരു ക്വസ്റ്റ്യന് അതെ വെരി ഗുഡ് നിങ്ങൾ ക്വസ്റ്റ്യൻ ഓക്കെ. അപ്പൊ ഈ ക്വസ്റ്റ്യനിൽ നമ്മൾ എന്താ പറയുന്നത് ഇതുവരെ പറഞ്ഞത് വി നോ ദാറ്റ് നമ്പർ ഓഫ് കാർബൺ ഇൻക്രീസ് ചെയ്യുമ്പോൾ പ്ലസ് ഇഫക്റ്റ് കൂടും, ബ്രാഞ്ചിങ് കൂടുമ്പോൾ പ്ലസ് ഇഫക്റ്റ് കൂടും. അത് ബേസിക് ആയിട്ടുള്ള തമ്പ് റൂളാണ്. അപ്പൊ സെക്കൻഡ് ആയിട്ടുള്ള തമ്പ് റൂൾ നമ്മൾ കൺക്ലൂഡ് ചെയ്തു ടെറിഷ്യറി ആൻഡ് പ്രൈമറി ആൻഡ് സെക്കൻഡറി ഇല്ല ടെറിഷ്യറിക്ക് കൂടുതലാവും സെക്കൻഡറി ദെൻ പ്രൈമറി പ്ലസ് ഇഫക്റ്റ്. അപ്പൊ നിങ്ങൾക്ക് ഇനി ക്വസ്റ്റ്യൻ ചോദിക്കുമ്പോൾ ക്വസ്റ്റ്യനിൽ ചിലപ്പോൾ എന്താ 2 പോയിന്റ് കൂടി കോൺട്രഡിക്ട് ചെയ്യേണ്ട രീതിയിലുള്ള ക്വസ്റ്റ്യൻ വരും. അങ്ങനത്തെ ക്വസ്റ്റ്യൻ അപ്രോച്ച് ചെയ്യേണ്ട ഒരു ഫൈനൽ ആയിട്ടുള്ള കൺക്ലൂഷൻ പോയിന്റ് ആണ് പറഞ്ഞത്. നിങ്ങൾ ഈ പോയിന്റ് എപ്പോഴും ഓർത്തിരിക്കുക പ്ലസ് ഇഫക്റ്റ് ഈസ് ഓർഡർ എന്താ ടെറിഷ്യറി കാർബൺ ദെൻ പ്രൈമറി സെക്കൻഡറി ആൻഡ് പ്രൈമറി. അങ്ങനെ വെച്ച് ചെയ്യേണ്ട ഈ ക്വസ്റ്റ്യൻസ് ചെയ്യാൻ നോക്കും. ഈ ക്വസ്റ്റ്യൻ നോക്കൂ. ഫസ്റ്റ് ആയിട്ട് ചെയ്യുന്നത് 3 മോളിക്കൂൾ വന്നിട്ടുണ്ട്. ഫസ്റ്റിൽ കാർബണിന്റെ ഏതാ ഡിഗ്രി? ഫസ്റ്റിൽ കാർബണിന്റെ നമ്പർ ഇടാം. ദിസ് വൺ ഈസ് കാർബൺ നമ്പർ 1, ദിസ് വൺ ഈസ് കാർബൺ നമ്പർ 1. ഫസ്റ്റ് മോളിക്കൂളിലെ കാർബണിന്റെ ഡിഗ്രി എന്താ?
ഫസ്റ്റ് കാർബണിലെ ഡിഗ്രി പറയൂ. ഈ കാർബണിൽ അറ്റാച്ച് ചെയ്തിരിക്കുന്ന എത്രാമത്തെ കാർബൺ, എത്ര കാർബണുമായിട്ടാ ഫസ്റ്റത്തെ മോളിക്കുലർ പാരന്റ് ചെയിനിലുള്ള കാർബണ് എത്ര കാർബണുമായിട്ട് അറ്റാച്ച് ചെയ്തിട്ടുണ്ട് പറയുമോ? എത്ര കാർബണായിട്ടാ സ്നേഹ? ഒരു കാർബൺ ആയിട്ടല്ലേ വരുള്ളൂ, ആ പ്രൈമറി ആ ആ പറയൂ, എന്താ പറയാൻ എത്ര പ്രയാസം? ഇത് പ്രൈമറി അല്ലേ? സെക്കൻഡ് കാർബണുള്ള സെക്കൻഡ് മോളിക്കുള്ള എത്ര കാർബണുമായിട്ടാ ഫസ്റ്റത്തെ കാർബണ്? പറയൂ, പെട്ടെന്ന് പറയൂ. ഇത് രണ്ട്. തേർഡ് കേസില് തേർഡ് കേസില് സെക്കൻഡറി തന്നെ. സെക്കൻഡറി. ഓക്കെ, അപ്പൊ പ്ലസ് ഇഫക്റ്റിന്റെ ഓർഡർ ഞാൻ ഓൾറെഡി തമ്പ് റൂൾ നിങ്ങൾക്ക് പറഞ്ഞു. എന്താണ് ടെർഷ്യറി ഗ്രേറ്റർ എന്താണ്, പ്രൈമറി ഗ്രേറ്റർ സെക്കൻഡറി. അപ്പൊ നമുക്ക് മനസ്സിലായി എന്താ ഏൻ മോളിക്കുള്ള ഏന്റെ ഓർഡർ എന്തായിരിക്കും? ഏന്റെ പ്ലസ് ഇഫക്റ്റ് ഏറ്റവും എന്തായിരിക്കും? കുറവായിരിക്കും അല്ലെ? ഏന്റെ കുറവായിരിക്കും. ബിയും സിന്റെ എന്തായിരിക്കും? സെയിം ആയിരിക്കും അല്ലെ? ബിയും സിയും കമ്പയർ ആകുമ്പോൾ നമ്മൾ എന്ത് ചെയ്തു? ഫസ്റ്റ് കാർബണിന് കഴിഞ്ഞു. ഇനി ഇതിനെ കുറിച്ച് എന്തായാലും നോക്കേ വേണ്ട. സെക്കൻഡ് കാർബണിലോട്ട് പോവാ. പറയുന്നത് മനസ്സിലാണ്ടോ? പറയുന്നത് മനസ്സിലാവുണ്ടോ? സെക്കൻഡ് കാർബണിലോട്ട് പോവാ. സെക്കൻഡ് കാർബണിൽ പറയൂ. ഫസ്റ്റ് ബി എന്ന് പറയുന്ന മോളിക്കൂൾ സെക്കൻഡ് കാർബണിന്റെ സൂം ചെയ്യോ? ക്ലിയർ അല്ല. എന്ത് ചെയ്യുന്നേ? സൂം ചെയ്യോ? മതി. ഫസ്റ്റ് മനസ്സിലായോ ഈ ചോദിച്ച ആൾക്ക് എന്താന്നുള്ളത്? ഫസ്റ്റത്തെ കാർബണിൽ നമുക്ക് മനസ്സിലായി ഇത് പ്രൈമറിയാണ്. കാരണം ഒരു കാർബണുമായിട്ടായിരുന്നു ഇത് അറ്റാച്ച് ചെയ്തിരിക്കുന്നത്. ഒരു കാർബണുമായിട്ട്, ഈ കാർബണുമായിട്ട്. സെക്കൻഡ് മോളിക്കുള്ള ഫസ്റ്റ് കാർബൺ അറ്റാച്ച് ചെയ്തിരിക്കുന്നത് നമുക്കറിയാം രണ്ട് കാർബണുമായിട്ട്, ഈ കാർബണുമായിട്ട്. സോ സെക്കൻഡറി കാർബൺ. തേർഡ് കേസിലും ഈ കാർബൺ രണ്ട് കാർബണായിട്ട് അറ്റാച്ച് ചെയ്തിരിക്കുന്നത്. അതുകൊണ്ട് അഗൈൻ ഈ സെക്കൻഡറി. നൗ വി നോ ദാറ്റ് തമ്പ് ഓഫ് റൂൾ പ്ലസ് ഇഫക്റ്റിനോട് ടെറിഷ്യറി കാർബൺ ഗ്രേറ്റർ ദാൻ സെക്കൻഡറി ആൻഡ് പ്രൈമറി. അത് ഓർഡർ വെച്ച് നോക്കുകയാണെങ്കിൽ നമുക്കറിയാം എ മോളിക്യൂളിന്റെ പ്ലസ് ഇഫക്റ്റ് എന്തായിരിക്കും? ബി ആൻഡ് സിനെ കാട്ടി കുറവായിരിക്കും. ബിയും സിയും നോക്കുമ്പോൾ രണ്ടും ഫസ്റ്റ് കാർബൺ സെക്കൻഡറി ആയതുകൊണ്ട് രണ്ടും സെയിം ആവും. അപ്പൊ നമ്മൾ എന്തായിരിക്കണം? സെക്കൻഡ് കാർബണിലോട്ട് പോകും. ബി എന്ന് പറയുന്ന മോളിക്യൂൾ സെക്കൻഡ് കാർബണിലോട്ട് പോകുമ്പോൾ ബി എത്ര കാർബണുമായിട്ട് അറ്റാച്ച് ചെയ്തിട്ടുണ്ട് പറയൂ? എത്ര കാർബൺ? ഇതിനെ കുറിച്ച് നോക്കിയേ വേണ്ടേ? ഇത് ലീവ് ആവട്ടെ. ഇതിനെ കുറിച്ച് നിങ്ങൾ എന്താ ചെയ്യാൻ നോക്കിയേ വേണ്ട. ഇതിനെ കുറിച്ച് എന്താ നിങ്ങൾ നോക്കിയേ വേണ്ട. അടുത്ത കാർബൺ എത്ര കാർബൺ അറ്റാച്ച് ചെയ്യണ്ടേ പറയും മക്കളെ? ഒരു കാർബൺ അല്ലേ? ഇതാരൊന്നും പറഞ്ഞില്ലല്ലേ? ഒരു കാർബൺ അല്ലേ? പ്രൈമറി അല്ലേ? ഈ കാർബണോ എത്ര കാർബൺ? തേർഡ് കേസില് ഒരു കാർബൺ ഇത് സോറി അല്ലെ? സെക്കൻഡറി. സോ എമൗണ്ട് ബി ആൻഡ് സി വിച്ച് വൺ ഈസ് മോർ? ഓർഡർ ഏതാണ്? ടെറിഷ്യറി സെക്കൻഡറി. ബി ആൻഡ് സിയിൽ ഏതായിരിക്കും അപ്പൊ പ്ലസ് ഇഫക്റ്റിന് ഓർഡർ? സി കൂടുതൽ. പറയൂ. സി കൂടുതൽ, ബി ആൻഡ് എ. സി ബി എ. ദിസ് വൺ ഈസ് എ ഫൈനൽ ഓർഡർ. ക്ലിയർ? എവരിവൺ ക്ലിയർ? ഇത് ക്വസ്റ്റ്യൻ ചോദിച്ചിട്ടുണ്ട് ജാമിൻ. ഞാനിപ്പോ ഒരു ക്വസ്റ്റ്യൻ ഇപ്പൊ ഷെയർ ആയി. എവരിവൺ ക്ലിയർ ദിസ് ക്വസ്റ്റ്യൻ? ഓക്കെ, ഈ ക്വസ്റ്റ്യൻ ചെയ്യുന്നു. ക്ലിയർ ആയെന്ന് പറഞ്ഞാൽ ഈ ക്വസ്റ്റ്യൻ ചെയ്യും. ഇതിന് ആൻസർ പറ. സോറി, ഈ ക്വസ്റ്റ്യൻ വേണ്ട. ലെറ്റ്സ് ലീവ് ഇറ്റ്. അനദർ ക്വസ്റ്റ്യൻ. ഐ വിൽ ടേക്ക് അനദർ ക്വസ്റ്റ്യൻ. ഓക്കെ, ദിസ് വൺ. ക്ലിയർ ആയെന്ന് പറഞ്ഞ ആള് ഇതിന്റെ ആൻസർ പറയണം. ഓക്കെ, ഈ ക്വസ്റ്റ്യൻ ആൻസർ പറ. ക്വസ്റ്റ്യൻ കാണുന്നുണ്ടോ? ഇതിന്റെ ആൻസർ പറ. ഈ വരട്ടുണ്ടല്ലോ, ഇതാണ് നിങ്ങളെ പാരന്റ് ചെയിനാണ് ഇവിടെ അല്ലട്ടാ. ഇവിടെ പാരന്റ് ചെയിനായിട്ട് കൺസിഡർ ചെയ്യാം. ഈ വരട്ടത് ഈ വര അറ്റാച്ച് ചെയ്യുന്നതുമായിട്ട് പാരന്റ് ചെയിനുമായിട്ട്. ഓക്കെ, ഇത് നിങ്ങളെ ഗ്രൂപ്പാണ്. പറയൂ, ഇതിന് ആൻസർ പറയൂ. എന്തായിരിക്കും? ഞാൻ തന്നെ ഈ ക്വസ്റ്റ്യൻ ചെയ്യാം. നിങ്ങൾക്ക് വേറെ ക്വസ്റ്റ്യൻ തരാം. സമയം എന്തായാലും എക്സീഡ് ആയി പോകും. ഓക്കെ, ക്വസ്റ്റ്യന് നോക്കൂ. ക്വസ്റ്റ്യനിൽ തന്നുള്ളത് ആദ്യത്തെ കാർബൺ നോക്കൂ. ആദ്യത്തെ കാർബൺ എന്താ? പ്രൈമറിയാ അല്ലേ? ആദ്യത്തെ കാർബൺ പ്രൈമറി അല്ലേ? ആദ്യത്തെ ഫസ്റ്റ് നമ്പർ എന്ന പ്രൈമറി. ഇതിലും ഫസ്റ്റ് കാർബൺ എല്ലാത്തിലും നമ്പർ ചെയ്യാം. ഫസ്റ്റ് വൺ. ആദ്യത്തെ കേസിൽ എന്താണ്? ഒരു കാർബണുമായിട്ട് അറ്റാച്ച് ചെയ്തത്. ദാറ്റ് മീൻസ് ദിസ് വൺ പ്രൈമറി. സെക്കൻഡ് കേസിൽ നോക്കൂ. രണ്ട് കാർബണുമായിട്ടാണ് ഫസ്റ്റത്തെ കാർബൺ അറ്റാച്ച് ചെയ്യുന്നത്. സെക്കൻഡറി. തേർഡ് എക്സാമ്പിൾ നോക്കൂ. 3 കാർബണുമായിട്ട് അറ്റാച്ച് ചെയ്യുന്നത്. ദാറ്റ് മീൻസ് ദിസ് ടേഴ്സറി. ഫോർത്ത് എക്സാമ്പിളോട്ട് നോക്കുക. അഗൈൻ ഇതെന്താണ്? ഒരു കാർബണുമായിട്ട് അറ്റാച്ച് ചെയ്യുന്നത്. ദാറ്റ് മീൻസ് ദിസ് പ്രൈമറി. നിങ്ങൾക്ക് ടെറിഷ്യറി ആയിരിക്കും ഏറ്റവും കൂടുതൽ ഉണ്ടാവില്ല. ടെറിഷ്യറിന്റെ ആവും നമുക്കറിയാം. പ്ലസ് ഇഫക്റ്റിന്റെ ഓർഡർ ടെറിഷ്യറി ആണ് കൂടുതൽ. ഞാൻ ഓൾറെഡി ഇവിടെ പറഞ്ഞു. അപ്പൊ ടെറിഷ്യറി കൂടുതൽ ആരാലും തേർഡ് കൂടുതലുള്ള ഓപ്ഷൻ. തേർഡ് കൂടുതലുള്ള ഏത് ഓപ്ഷൻ ഇതിലുള്ളത്? തേർഡിനായിരിക്കും
പ്ലസ് എഫക്റ്റ് കൂടുതൽ? ഏതായിരിക്കും ഓപ്ഷനെ? പറയൂ മക്കളെ, ഏതായിരിക്കും ഓപ്ഷനെ? ബി. ക്വസ്റ്റ്യൻ കാണില്ലേ? ബി അല്ലേ? ബി അല്ലേ? ബി ഇസ് കറക്റ്റ് ആൻസർ. വേറെ നിങ്ങൾ എന്തെങ്കിലും നോക്കേണ്ട ആവശ്യമുണ്ടോ? നോക്കൂ, ഇവിടെ ഫോർത്തിന്റെ ഓപ്ഷൻ നോക്കൂ, പ്രൈമറി ആണ്. ഫസ്റ്റിന്റെ ഓപ്ഷനും പ്രൈമറി ആണ്. അപ്പൊ അതിന് എന്തായിരിക്കും? അതിന് ഞങ്ങൾ സെക്കൻഡ് കാർബിലോട്ട് പോകണം. സെക്കൻഡ് കാർബിലോട്ട് പോകുമ്പോൾ നമുക്കറിയാം ഫസ്റ്റത്തെ കേസിൽ അഗെയിൻ എന്തായാലും ടെറിഷ്യറിലോട്ട് വരും അല്ലേ? പിന്നെ ഇതെന്തായിരിക്കും? ഇതിലോട്ട് വരും. എന്തിലോട്ട് വരും? അപ്പോൾ ഇതാണ് എലിമിനേഷൻ. ഇത് ഫസ്റ്റത്തെ ഓപ്ഷനിലൂടെ നമുക്ക് ആൻസർ കിട്ടി. അപ്പൊ നിങ്ങൾ ക്വസ്റ്റ്യൻ ചെയ്യുമ്പോൾ എപ്പോഴും ഇങ്ങനെ എലിമിനേഷൻ മെത്തേഡ് പറഞ്ഞ ഒരു പ്രൊസീജിയർ ഉണ്ട്. അപ്പൊ നമുക്ക് ഇതിന് മനസ്സിലായി ഈ ക്വസ്റ്റ്യൻ ഏറ്റവും കൂടുതലുള്ള തേർഡ് എക്സാമ്പിൾ ആണ് നമുക്ക് മനസ്സിലായി. തേർഡിനാണ് ഏറ്റവും കൂടുതലാണെന്ന് മനസ്സിലായി. അപ്പൊ തേർഡ് കൂടുതലുള്ള ആകെ ഒരു ഓപ്ഷനേ ഉള്ളൂ. അപ്പൊ വേറൊരു ഓപ്ഷൻ ഒന്നുമില്ല. അപ്പൊ നമുക്ക് എന്ത് ചെയ്യാം? വേറെ ഓപ്ഷനിലോട്ട് പോകേണ്ട ആവശ്യമില്ല. ഈ ആൻസർ ക്ലിയർ ആയോ? അത് ചെയ്യാൻ മനസ്സിലായോ എല്ലാവർക്കും? ഓക്കെ, ഫിഫ്ത്ത് ഓപ്ഷൻ ഉണ്ട് അല്ലേ? ഫിഫ്ത്തിൽ നമുക്ക് എന്താ കിട്ടുന്നത്? ഫിഫ്ത്തിൽ വി ഹാവ് അഗൈൻ ഇറ്റ് ഈസ് സെക്കൻഡറി അല്ലേ? അഗൈൻ ഇറ്റ് ഈസ് സെക്കൻഡറി. ഫിഫ്ത്ത് ഈസ് അഗൈൻ സെക്കൻഡറി. ഫസ്റ്റ് വൺ ഈസ് പ്രൈമറി, ദിസ് വൺ ഈസ് സെക്കൻഡറി, തേർഡ് വൺ ഈസ് ടെറിഷറി, ദിസ് വൺ ഈസ് പ്രൈമറി ആൻഡ് ഫിഫ്ത്ത് വൺ ഈസ് സെക്കൻഡറി ആൻഡ് ടെറിഷറി ഹാവ് മോർ പ്ലസ് എഫക്റ്റ്. അങ്ങനെയുള്ള ഒരു അതായത് തേർഡ് ഓപ്ഷനാണ്. തേർഡ് ഇതിനായിരിക്കും ഏറ്റവും കൂടുതൽ പ്ലസ് എഫക്റ്റ് ഉള്ളത്. അങ്ങനെ ഒരു ഓപ്ഷനേ ഉള്ളൂ, ബി ആണ് ഓപ്ഷൻ. ഡെഫിനറ്റ്ലി സെക്കൻഡ് ആയിട്ട് വരല് ഫിഫ്ത്തിനാണ് വരുന്നത്. ഫിഫ്ത്തിൽ നോക്കൂ, ഇവിടെ സെക്കൻഡറി ആണ്, ഇതും സെക്കൻഡറി ആണ്. സെക്കൻഡറി ആകുമ്പോൾ അടുത്ത കാർബിലോട്ട് പോകണം അല്ലെ? ഈ അടുത്ത കാർബിലോട്ട് ഫസ്റ്റ് ഇത് കാർബൺ റിമൂവ് ചെയ്തിട്ട് നമ്മൾ നെക്സ്റ്റ് കാർബിലോട്ട് പോകണം. നെക്സ്റ്റ് കാർബൺ ഇതെന്താ ചെയ്യുക? ഇത് രണ്ടും റിമൂവ് ചെയ്തിട്ട് നെക്സ്റ്റ് കാർബിലോട്ട് പോകുമ്പോൾ ഇതെന്താ? അഗൈൻ സെക്കൻഡറി. ദിസ് വൺ എന്താണ്? പ്രൈമറി. സോ അഗൈൻ എന്താ? സെക്കൻഡറി ഇവിടെ എന്താ വിൻ ചെയ്തു അല്ലെ? എന്താ? ഫിഫ്ത്ത് സെക്കൻഡ് ഓപ്ഷൻ ആയി വന്നു. ദെൻ 2. ക്ലിയർ ആണോ അത്? ക്ലിയർ ആണോ? ഓക്കെ. ഇങ്ങനത്തെ ടൈപ്പ് ക്വസ്റ്റ്യൻ ചോദിച്ചാൽ എന്താ? ഈ പ്രൈമറി സെക്കൻഡറിന്റെ കൺസെപ്റ്റ് വെച്ചിട്ട് ചെയ്യാം. അങ്ങനെ ക്വസ്റ്റ്യൻസ് എന്താ വരാറുണ്ട്. ഓക്കെ. അപ്പൊ ഇതിന് നമ്മൾ എന്ത് എലിമിനേഷൻ മെത്തേഡിലൂടെ നമ്മൾ എന്ത് ക്വസ്റ്റ്യൻ എന്ത് അപ്രോച്ച് ചെയ്തു. അപ്പൊ ഇതാണ് പ്ലസ് ഇഫക്റ്റിന്റെ. അടുത്തായിട്ട് ഡിസ്കസ് ചെയ്യാനുള്ള എന്താണ്? അടുത്തായിട്ടുള്ള ലാസ്റ്റ് ആയിട്ടുള്ള ഇതിൽ പറഞ്ഞാണ് ഐസോടോപ്പ് ഓഫ് ഹൈഡ്രജൻ. ഹൈഡ്രജന്റെ ഐസോടോപ്പിനെ കുറിച്ചാണ് ഡിസ്കസ് ചെയ്യുന്നുണ്ട്. ഐസോടോപ്പ് ഓഫ് ഹൈഡ്രജൻ, ഫോർത്ത് പോയിന്റ്. ഹൈഡ്രജന്റെ ഐസോടോപ്പിനെ കുറിച്ച്. ഐസോടോപ്പ് നമുക്കറിയാം ഹൈഡ്രജൻ, ഡ്യൂട്ടീരിയം ആൻഡ് ട്രിഷ്യം. പ്ലസ് എഫക്റ്റിന്റെ ഓർഡർ എങ്ങനെയാണ്? പ്ലസ് എഫക്റ്റ് എന്താ? ട്രിഷ്യത്തിന് കൂടുതൽ, ഡ്യൂട്ടീരിയത്തിന് കൂടുതൽ, ദെൻ വി ഹാവ് ഹൈഡ്രജൻ. സപ്പോസ് എക്സാമ്പിൾ ആയി പറഞ്ഞു കഴിഞ്ഞാൽ എന്താ ചെയ്യാം? I have CH3, I have CD3, I have CP3. പ്ലസ് എഫക്റ്റ് കൂടുതൽ എന്തായിരിക്കും? പ്ലസ് എഫക്റ്റ് എഫക്റ്റിന്റെ ഓർഡർ എന്തായിരിക്കും? ഇങ്ങനെ ആയിരിക്കും. എന്തായിരിക്കും? CT3 കൂടുതൽ. അതിന്റെ റീസൺ എന്താണ്? വൈ ട്രിഷ്യം ഹാവ് മോർ പ്ലസ് എഫക്റ്റ് ദാൻ ഡ്യൂട്ടീരിയം ഹൈഡ്രജൻ എന്താ? നിങ്ങൾ നോക്കിയിട്ട് എന്നോട് അടുത്ത ക്ലാസ്സിൽ ഞാൻ പറഞ്ഞു തരണം. ഓക്കെ. ഇനി ഈ ഐസോടോപ്പ് ആൽക്കഹോൾ ഹൈഡ്രജന്റെ കേസിൽ നമ്മളൊരു റൂൾ എക്സ്പ്ലെയിൻ ചെയ്യും. ദാറ്റ് ഈസ് DNP റൂൾ. അതായത് ഫസ്റ്റ് DNP മീൻസ് ഡിസ്റ്റൻസ്, then N means number, P means power. അതായത് നമ്മൾ ഹൈഡ്രജന്റെ ഐസോടോപ്പിന്റെ പ്ലസ് എഫക്റ്റ് ചെയ്യുമ്പോൾ നമ്മൾ എന്തായിരിക്കും? DNP റൂൾ വെച്ചിട്ട് നമ്മൾ എന്തെങ്കിലും എക്സ്പ്ലെയിൻ ചെയ്യണം. അതിന് ഒരു എക്സാമ്പിൾ നിങ്ങൾ തന്നു കഴിഞ്ഞാൽ ഡിസ്കസ് വൺ എക്സാമ്പിൾ. Okay. Example is question. I have CHD, CH2, CH3A, and B is CH2, CH, CH3. The C option is CH2, C tritium, CT2, CH3. D is CH tritium, CH2, CH3. ഈ എക്സാമ്പിൾ നോക്കുക. നമ്മൾ നോക്കുമ്പോൾ വി ആർ ഡ്യൂട്ടീരിയം, ട്രിഷ്യം. ഫസ്റ്റ് കേസിൽ ഒരു ഡ്യൂട്ടീരിയം, സെക്കൻഡിൽ 1 ട്രിഷ്യം, തേർഡിൽ അഗൈൻ ഒരു ട്രിഷ്യം അല്ലേ? ലാസ്റ്റ് വണ്ണിൽ 1 ട്രിഷ്യം. ഇങ്ങനത്തെ കേസിൽ നമുക്ക് എന്ത് ചെയ്യാം? ഓർഡർ ഡിസ്കസ് ചെയ്യാൻ ഡിഫിക്കൽട്ട് ആയിരിക്കും. എങ്ങനെയാണ് വൈനാണ് പ്ലസ് എഫക്റ്റ്? അതിനാണ് നമ്മൾ DNP റൂൾ ഉപയോഗിക്കേണ്ടത്. DNP റൂൾ പ്രകാരം ആദ്യം നമ്മൾ ഡിസ്റ്റൻസ് നോക്കാം. നമ്മൾ പാരന്റ് ചെയിനിലോട് അറ്റാച്ച് ചെയ്തിരിക്കുന്ന ഐസോടോപ്പ് നോക്കില്ലേ? ഫസ്റ്റ് കേസിൽ നോക്കും, ഒന്നാമത്തെ കാർബണിലാണ് എന്ത് ചെയ്തിരിക്കുന്നത്? ഡ്യൂട്ടീരിയം അറ്റാച്ച് ചെയ്തിട്ടുള്ളത്. ഒന്നാമത്തെ നമ്മൾ ഗ്രൂപ്പ് ഡ്യൂട്ടീരിയം എന്ത് ചെയ്യണം?
ഫസ്റ്റ് കാർബണിലാണ് അറ്റാച്ച് ചെയ്യുന്നത്. ഫസ്റ്റ് കാർബൺ. ഇപ്പോൾ എന്താ സെക്കൻഡ് കാർബൺ ആൻഡ് തേർഡ് കേസിൽ എന്താ അഗെയിൻ സെക്കൻഡ് കാർബൺ. ഫോർത്ത് കേസിൽ എന്താ ഫസ്റ്റ് കാർബൺ. ഇപ്പോൾ ഫസ്റ്റ് കാർബണിൽ നോക്കുമ്പോൾ ഫസ്റ്റ് കാർബണിന്റെ രണ്ട് ഓപ്ഷനുകൾ എയും ബിയും ഉണ്ട് അല്ലേ. എയും ബിയും എന്ന് പറഞ്ഞാൽ ഫസ്റ്റ് കാർബൺ ഡിസ്റ്റൻസ് നമ്മൾ ആദ്യം നോക്കുമ്പോൾ ഡിസ്റ്റൻസ് കുറഞ്ഞതിനനുസരിച്ച് എന്താ ഐസോടോപ്പിന്റെ ഡിസ്റ്റൻസ് കുറഞ്ഞതനുസരിച്ച് എന്തോ ഡിസ്റ്റൻസ് ഈസ് ഇൻവേഴ്സ്ലി പ്രൊപ്പോർഷണൽ ടു പ്ലസ് ഇഫക്റ്റ് അല്ലേ. ഫസ്റ്റ് ഇഫക്റ്റ് എന്ത് ചെയ്യും ഇൻഡക്റ്റീവ് ഇഫക്റ്റ് എന്താ നമുക്ക് ഓൾറെഡി ഡിസ്റ്റൻസ് കുറഞ്ഞതനുസരിച്ച് എന്തായിരിക്കും കുറയുന്നു അല്ലേ. ആൽക്കൈൽസിന്റെ ഗ്രൂപ്പ് ഡിഫറെന്റ്. ഇതെന്താ നമ്മൾ ഐസോടോപ്പിന്റെ കേസാണ്. ജനറലി പ്ലസ് ഇൻഡക്റ്റീവ് ഇഫക്റ്റ് ഡിസ്റ്റൻസ് കുറയുമ്പോൾ കുറയും. ആൽക്കൈലിന്റെ കേസ് നമ്മൾ ഓൾറെഡി ഡിസ്കസ് ചെയ്തു. ഡൊണേഷൻ കൺസെപ്റ്റ് വെച്ചിട്ട് എന്താ ആൽക്കൈൽ നമ്പർ ഓഫ് കാർബൺ കൂടുന്നതനുസരിച്ച് കൂടും. ബട്ട് ജനറലി ഇൻഡക്റ്റീവ് ഇഫക്റ്റ് ഈസ് ഇൻവേഴ്സ്ലി പ്രൊപ്പോർഷണൽ ടു ഡിസ്റ്റൻസ്. നോക്കൂ, ഡിസ്റ്റൻസ് കൂടുന്നതനുസരിച്ച് ഇൻഡക്റ്റീവ് ഇഫക്റ്റ് എന്തായാലും കുറയ്ക്കും. അതായത് ഈ എക്സാമ്പിൾ ഒന്നാമത്തെ കാർബണും എ എന്നൊരു എക്സാമ്പിൾ ബി എന്ന എക്സാമ്പിൾ ഡിസ്റ്റൻസ് സെയിം ആണ്. അപ്പൊ ഡിസ്റ്റൻസ് സെയിം ആയതുകൊണ്ട് അവരെന്ത് ചെയ്യില്ല, ഡിസ്റ്റൻസ് വെച്ചിട്ട് നമുക്ക് ഇൻഡക്റ്റീവ് ഇഫക്റ്റിന് പെയർ ചെയ്യാൻ പറ്റുമല്ലോ. പെയർ ഗോ ടു ദി നമ്പറിലോട്ട് പോകാം. നമ്പറിലോട്ട് നോക്കുമ്പോൾ ഏക്കുമ്പോൾ ഡ്യൂട്ടീരിയം ട്രിഷ്യം രണ്ടും ഒരേ നമ്പറുള്ളൂ. ഇവിടെ രണ്ടും ഒരൊറ്റ ആറ്റം ഉള്ളൂ. അപ്പോൾ നമ്പർ വെച്ചിട്ട് ഇവിടെ പറയാൻ പറ്റില്ല. നൗ വി ഹാവ് ടു ഗോ ദി പി പവർ റൂൾ. പവറിലോട്ട് പോകണം. പവർ നോക്കുമ്പോൾ എന്തായിരിക്കും, പവർ നോക്കാം നമുക്ക് ട്രിഷ്യത്തിനാണ് എന്ത് പവർ കൂടുതൽ. അപ്പൊ ട്രിഷ്യത്തിന് എന്തായിരിക്കും പ്ലസ് എഫക്റ്റ് എന്തായിരിക്കും കൂടുതലായിരിക്കും. ട്രിഷ്യത്തിന് പ്ലസ് എഫക്റ്റ് കൂടുതൽ ഡെഫിനറ്റ്ലി അടുത്ത ഓപ്ഷൻ ആയിട്ട് എന്ത് എ വരും. കാരണം എന്താണ് പിന്നെന്താ ഓട്ടോമാറ്റിക് അല്ലേ. നൗ ബി ആൻഡ് സി. ബി സി നോക്കുമ്പോൾ വൈ ബി ആൻഡ് സി ആ ലെസ് ഇൻഡക്റ്റീവ് ദാൻ എ ആൻഡ് ഡി. കാരണം ഡിസ്റ്റൻസ് കൂടുതലാണ്. രണ്ടാമത്തെ സബ്സ്റ്റിറ്റ്യൂട്ട് രണ്ടാമത്തെ കാർബണിലാണ് അല്ലേ. അപ്പൊ പക്ഷെ ഡിസ്റ്റൻസ് കൂടുതലായതുകൊണ്ടാണ് അവർ എയും ഡിനെയും കാട്ടും കുറയാൻ കാരണം. എയും ഡിയും നമ്മൾ എന്താ ചെയ്യും ലാസ്റ്റ് നമ്മൾ പവർ എന്ന് പറഞ്ഞ റൂൾ വെച്ചിട്ട് നമ്മൾ ഡിസ്കസ് ചെയ്തത്. ഇനി ബിയും സിയും ഡിസ്കസ് ചെയ്യാൻ അഗെയിൻ എന്താ ചെയ്യുക, സെക്കൻഡ് പൊസിഷൻ ഡിസ്റ്റൻസ് സെയിം ആയി. ഡിസ്റ്റൻസ് വെച്ച് പറയാൻ പറ്റില്ല. നമ്പർ നോക്കുമ്പോൾ നമുക്ക് മനസ്സിലായി. നമ്പർ നോക്കുമ്പോൾ വി ഗോട്ട് ദാറ്റ് ഈസ് എന്ത് ചെയ്യാ. അപ്പൊ ഞാൻ പറഞ്ഞ എന്താ ഡി എൻ പി റൂൾ മനസ്സിലായിനോ? ഈ എക്സാമ്പിളിൽ നമ്മൾ ആദ്യം ഡിസ്റ്റൻസിന് ഇമ്പോർട്ടൻസ് കൊടുക്കണം, ദെൻ പവർ അല്ലേ. അപ്പൊ നോക്കുമ്പോൾ ഒന്നാമത്തെ എക്സാമ്പിളിൽ ഫസ്റ്റ് പൊസിഷനിലാണ്, രണ്ടാമത്തെ സെക്കൻഡ് പൊസിഷനിലാണ്, തേർഡ് രണ്ടാമത്തെ കാർബണിലാണ് എന്ത് വരുന്നത് സബ്സ്റ്റിറ്റ്യൂട്ട് വരുന്നത്, ലാസ്റ്റിൽ എന്താണ് ഫസ്റ്റ്. ഇപ്പൊ ഡി എൻ പി റൂൾ പ്രകാരം എന്ത് ചെയ്യണം, ഡിസ്റ്റൻസിന് പ്രയോറിറ്റി കൊടുക്കുമ്പോൾ എയും ഡിയും എന്തായിരിക്കും ഫസ്റ്റ് പ്ലസ് ഇഫക്റ്റ് കാണിക്കും. പക്ഷെ എയും ഡിയും ആകുമ്പോൾ സെയിം പൊസിഷനിൽ നമ്പർ ആയതുകൊണ്ട് ഡിസ്റ്റൻസ് ആയതുകൊണ്ട് നമ്മൾ നമ്പറിലോട്ട് പോകണം. പക്ഷെ നമ്പർ ഇവിടെ എന്താണ് സെയിം ആണ്, ഒരു ഡ്യൂട്ടീരിയം ഒരു ട്രിഷ്യം. അപ്പോൾ നമ്മൾ എന്താണ് പവറിലോട്ട് പോകണം. പവർ നോക്കുമ്പോൾ ട്രിഷ്യത്തിന് കൂടുതലാണ് ഡ്യൂട്ടീരിയം. ഡിയും എ എന്തായിരിക്കും കൂടി. നൗ സിയും ബി നോക്കുമ്പോൾ അഗെയിൻ ഡിസ്റ്റൻസ് എന്താണ് സെയിം ആണ്, സെക്കൻഡ് കാർബണിലാണ്. നമ്പർ നോക്കൂ, സെക്കൻഡിൽ എന്തായിരിക്കും ഒരു ട്രിഷ്യം, തേർഡിൽ 3 ട്രിഷ്യം ഉണ്ട്. അപ്പൊ സിക്ക് എന്തായിരിക്കും ഇൻഡക്റ്റീവ് കൂടുതലും ബീനെ കാട്ടി. ഓക്കെ, ഇങ്ങനെ വേണം നമ്മൾ കമ്പയർ ചെയ്യാം അല്ലെ. നിങ്ങൾ നോക്കൂ, ഓക്കെ ട്രിഷ്യത്തിനാണ് കൂടുതലായിട്ട് സി എന്ന ഓപ്ഷൻ എന്താ ഞാൻ പറഞ്ഞില്ല ഏറ്റവും കൂടുതലായി കണക്കാണ്. അതിന് ഡി എൻ പി റൂള് ഫോളോ ചെയ്യണം. ക്ലിയർ ആയോ? സർ ക്ലിയർ ആയി. വെരി ഗുഡ്. അപ്പോൾ ഇത്ര ഉള്ള പ്ലസ് ഇഫക്റ്റിന്റെ ഓർഡർ. ജനറലി സ്പീക്ക് ആണെങ്കിൽ പ്ലസ് ഇഫക്റ്റിന്റെ കോമൺ ആയിട്ടുള്ള ഒരു ഓർഡർ പറയുകയാണെങ്കിൽ ഇത്ര ഉള്ള ഇൻഡക്റ്റീവ് ഇഫക്റ്റ്, പോസിറ്റീവ് ഇൻഡക്റ്റീവ് ഇഫക്റ്റ്, പ്ലസ് ഇഫക്റ്റിന്റെ ജനറൽ ഓർഡർ ഈസ് നെഗറ്റീവ്ലി ചാർജ് സ്പീഷീസിനായിരിക്കും ഏറ്റവും കൂടുതൽ. നെഗറ്റീവ്ലി ചാർജ് സ്പീഷീസിന്, ദെൻ ലെസ് ഇലക്ട്രോനെഗറ്റീവ് ആറ്റം, ദെൻ ആൽക്കൈൽ ഗ്രൂപ്പ്, ദെൻ ഐസോടോപ്സ് ഓഫ് ഹൈഡ്രജൻ. ഇതിന്റെ ചാർട്ട് നോക്കണമെങ്കിൽ സപ്പോസ് നെഗറ്റീവ് ചാർജ് ചാർട്ട് നോക്കണമെങ്കിൽ സപ്പോസ് അയോ CH2 മൈനസ് CH3 മൈനസ് NH2 മൈനസ്, then I have OH മൈനസ്, then I have COO മൈനസ് അല്ലേ. നെഗറ്റീവ് ചാർജ് എത്രത്തോളം വന്നു. അത് കഴിഞ്ഞാൽ പിന്നെ എന്ത് വരും, നെഗറ്റീവ് ചാർജ് കഴിഞ്ഞാൽ പിന്നെ നമ്മൾ ഓർഡറിൽ വരും എക്സ് ഇലക്ട്രോണൈറ്റ് ആയിട്ടുള്ള ഗ്രൂപ്പുകൾ. ഏതെല്ലാം എക്സ് ഇലക്ട്രോണൈറ്റുള്ള ഗ്രൂപ്പ് Mg SiMe3, ദെൻ ലെസ് ഇലക്ട്രോണൈറ്റിക് ശേഷം നമ്മൾ ആൽക്കൽ ഗ്രൂപ്പ് വരും. ഏതൊക്കെ വരും, പ്രൈമറി മീത് അല്ലെ, വരും നമ്മൾ ടെറിഷറി, സെക്കൻഡറി, പ്രൈമറി, ദെൻ മീത്. ദെൻ നമ്മൾ ഐസോടോപ്പിലോട്ട് വരുമ്പോൾ നമുക്ക് എന്ത് ചെയ്യാം, ഇതിലെ ട്രിഷ്യ അല്ലെ CP3 CH3. ഇതാണ് ജനറൽ ആയിട്ടുള്ള ഒരു പ്ലസ് ഇഫക്റ്റിന്റെ ഒരു ഓർഡർ. നിങ്ങൾക്ക് ഒരു ഐഡിയ തരാണ് എന്താ നിങ്ങൾ ഓർത്തിരിക്കേണ്ടത്.
പോസിറ്റീവ്ലി ചാർജ് നെഗറ്റീവ്ലി ചാർജിന് ഏറ്റവും കൂടുതൽ, ദെൻ ലെസ് ഇലക്ട്രോനെഗറ്റീവ്, ദെൻ ആൽക്കൈൽ ഗ്രൂപ്പ് ഐസോട്ടോപ്പ്. നെഗറ്റീവ്ലി ചാർജിൽ തന്നെ നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് എക്സ്പ്ലെയിൻ ചെയ്തു, ഡയറക്ട്ലി അറ്റാച്ച്ഡ്, ഇൻഡയറക്ട്ലി അറ്റാച്ച്ഡ്. ലെസ് ഇലക്ട്രോനെഗറ്റീവ് നമ്മൾ എക്സ്പ്ലെയിൻ ചെയ്തു. ഇതിൽ തന്നെ എന്താ ചെയ്യുക, നെഗറ്റീവ്ലി ചാർജിന്റെ ഡയറക്ട്ലി അറ്റാച്ച്മെന്റ് മാത്രം കൺസിഡർ ചെയ്യുമ്പോൾ എന്ത് നോക്കണം, ഇലക്ട്രോനെഗറ്റിവിറ്റിന്റെ ഫോളോ നോക്കണം അല്ലെ. പ്ലസ് ഇഫക്റ്റീസ് നമ്മൾ ഓൾറെഡി ഇവിടെ ഡിസ്കസ് ചെയ്തു. എന്ത് ഡിസ്കസ് ചെയ്തു? പ്ലസ് ഇഫക്റ്റീസ് ഡയറക്ട്ലി അറ്റാച്ച്, പ്ലസ് ഇഫക്റ്റീസ് ഇൻവേഴ്സ്ലി പ്രൊപ്പോർഷണൽ ഇലക്ട്രോനെഗറ്റിവിറ്റി. ഓക്കെ. അതുപോലെ തന്നെ ലെസ് ഇലക്ട്രോനെഗറ്റിവിന്റെ ഗ്രാഫിന്റെ കേസിൽ എടുക്കണമെങ്കിൽ നമ്മൾ എന്തായിരിക്കണം, അഗൈൻ പ്ലസ് ഇഫക്റ്റീസ് ലെസ് ഇലക്ട്രോനെഗറ്റീവ്. ആൽക്കൈൽ ഗ്രൂപ്പിന്റെ കേസ് നമ്മൾ ഡിസ്കസ് ചെയ്തു. ആൽക്കൈൽ ഗ്രൂപ്പിന്റെ നമ്മൾ ഡിസ്കസ് ചെയ്ത് എന്ത് ഏത് ടെറിഷറി ഈ കൺസെപ്റ്റ് ഉപയോഗിച്ചിട്ട്, ഈ റൂൾ ഉപയോഗിച്ചിട്ട് ടെറിഷറി, സെക്കൻഡറി, പ്രൈമറി രണ്ട് എക്സാമ്പിളും ചെയ്തു. ഐസോടോപ്പിന്റെ കേസിൽ നമ്മൾ എന്താ DNP റൂൾ വെച്ചിട്ട് നമ്മൾ എക്സ്പ്ലെയിൻ ചെയ്തു. സോ ജനറൽ ട്രെൻഡ് എന്താണ്? ഇതാണ് ജനറൽ ട്രെൻഡ്. ഇത്രയുള്ള പ്ലസ് ഇഫക്റ്റിനെ കുറിച്ച്. ഇനി നമുക്ക് പറയാനുള്ള ഡിസ്കസ് ചെയ്യാനുള്ള മൈനസ് ഐനെ കുറിച്ചാണ്. മൈനസ് ഐ ഗ്രൂപ്പിന്റെ ഇഫക്റ്റിനെ കുറിച്ചാണ്. ഇത്രത്തോളം ഫോളോ ചെയ്യാൻ പറ്റുന്നുണ്ടോ? ഐ ഗ്രൂപ്പിനെ കുറിച്ച് പറഞ്ഞു. ഇനി നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ജസ്റ്റ് 5 മിനിറ്റ്. ഓക്കെ. മൈനസ് ഐ ഗ്രൂപ്പിനെ കുറിച്ചാണ്. മൈനസ് ഐ ഗ്രൂപ്പിനെ കുറിച്ച് അല്ലേ. മൈനസ് ഐ ഗ്രൂപ്പിൽ നമുക്ക് എന്താ ഡിഫറെന്റ് ആയിട്ട് ഇതേപോലെ തന്നെ പ്ലസ് ഐയിൽ പറഞ്ഞ പോലെ തന്നെ, പ്ലസ് ഐ ഗ്രൂപ്പിനെ കുറിച്ച് പറഞ്ഞ പോലെ തന്നെ വി ഹാവ് നെഗറ്റീവ്ലി പോസിറ്റീവ്ലി ചാർജ്ഡ് സ്പീഷീസ്. പോസിറ്റീവ്ലി ചാർജ്ഡ്, then we have അത് എന്തായാലും ഉപകരിക്കും. എങ്ങനെയായാലും നിങ്ങൾ ഇഫക്റ്റിന്റെ ഓർഡർ നിങ്ങൾക്ക് അറിഞ്ഞു കഴിഞ്ഞാൽ ഒരുപാട് അസിഡേഷൻ പ്യൂരിഫിക്കേഷന്റെ ഒക്കെ ഓർഡർ നിങ്ങൾക്ക് എന്ത് ചെയ്യാം, ക്ലിയർ ആയിട്ട് മനസ്സിലാക്കുന്നുണ്ട്. ഈ ഓർഡർ അറിയാത്തതുകൊണ്ടാണ് നമ്മൾ ഫെയിൽ ആയിക്കൊണ്ട്. ഓക്കെ. ഇത് മനസ്സിലാക്കി കഴിഞ്ഞാൽ വളരെ സിമ്പിൾ ആണ്. Then we have naked atom discuss. Then we have neutral atom. Then finally we have olefin. Okay, olefin. The species ആണ് നമ്മൾ ഡിസ്കസ് ചെയ്യാനുള്ളത്. ഓക്കെ. ഇതിനു മുമ്പ് രണ്ട് കാര്യങ്ങൾ പറയാനുള്ളത്, ഒരു പോയിന്റ് ആയിട്ടുള്ളത് മോഡിഫൈഡ് ഇലക്ട്രോനെഗറ്റിവിറ്റി പ്രിൻസിപ്പിളും ഇലക്ട്രോനെഗറ്റീവ് പ്രിൻസിപ്പിളിനെ കുറിച്ചും. രണ്ട് പോയിന്റ്, ഈ പ്ലസ് ഇഫക്റ്റിന്റെ നെഗറ്റീവ് മൈനസ് ഇഫക്റ്റിന്റെ. മോഡിഫൈ ഇലക്ട്രോനെഗറ്റിവിറ്റി പ്രിൻസിപ്പിൾ പറഞ്ഞാൽ നിങ്ങൾക്ക് ഓർമ്മ നേരലി കാർബൺ, നൈട്രജൻ, ഓക്സിജൻ എടുക്കുമ്പോൾ ഇലക്ട്രോനെഗറ്റിവിറ്റിന്റെ ഓർഡർ ഇങ്ങനെയാണ് വരുന്നത് അല്ലേ. പക്ഷെ ഒരു ഐസൊലേറ്റഡ് ആയിട്ടുള്ള ആറ്റം വരുമ്പോൾ ഇങ്ങനെ വരും. പക്ഷെ ഇവരൊരു ബോണ്ട് ഫോം ചെയ്യുമ്പോൾ, ഹൈബ്രിഡൈസേഷൻ ഇൻവോൾവ് ചെയ്യുമ്പോൾ ഇവരുടെ ഓർഡർ ഇതാണ് നിങ്ങൾ ഓർത്തിട്ടുണ്ട്. ഈ ഓർഡർ ഇങ്ങനെ ആയിരിക്കും ഓർഡർ വരുന്നത്. ഈ ഓർഡർ നിങ്ങൾ എന്തായാലും മസ്റ്റായിട്ട് ഓർത്തിരിക്കാം. ഓക്കെ. വൺ ജമ്പ് റൂൾ എന്ന് ഇതിനെ പറയാം. എന്താ പറയാ? ഈ ക്വാളിറ്റീസ് വൺ ജമ്പ് റൂൾ. വൺ ജമ്പ് റൂളിൽ മോഡിഫൈഡ് ഇലക്ട്രോനെഗറ്റീവ് വിളിക്കുമ്പോൾ 1 0. ഈ ഗ്രാഫ് എന്താ നിങ്ങൾ ഓർത്തിരുന്നാൽ മതി. ഈ ഗ്രാഫിൽ കാർബൺ sp3 വരുമ്പോൾ എന്തായിരിക്കും, അതിന്റെ ഇലക്ട്രോനെഗറ്റിവിറ്റി കുറവായിരിക്കും. കാർബൺ sp2ന് എന്തായിരിക്കും ഇലക്ട്രോനെഗറ്റിവിറ്റി കൂടുതൽ. ദെൻ എന്തായിരിക്കും നൈട്രജൻ sp3, ദെൻ കാർബൺ sp, then again nitrogen sp2, so then again oxygen sp3, sorry, oxygen sp3, then nitrogen sp, oxygen sp2, then finally you have fluorine sp3. റെഡ് ഇട്ടത് കണ്ടോ? നമുക്ക് ജനറലി ഈ ട്രെൻഡ് നോക്കുമ്പോൾ ഓക്സിജൻ ഇലക്ട്രോനെഗറ്റിവിറ്റി കൂടുതൽ, നൈട്രജന് ദെൻ കാർബൺ എന്നായിരിക്കും അല്ലെ. പക്ഷെ നോക്കൂ, കാർബൺ sp3 ഹൈബ്രിഡേഷൻ ഉണ്ടാവും, അതിന് ഇലക്ട്രോനെഗറ്റിവിറ്റി എന്തായിരിക്കും, ഇലക്ട്രോനെഗറ്റിവിറ്റിന്റെ സ്കെയിൽ അത്. ഓക്കെ. ഇലക്ട്രോനെഗറ്റിവിറ്റി എന്തായിരിക്കും കുറവ്, sp2 വരും. പക്ഷെ കാർബണിന്റെ sp വരുമ്പോൾ ഈവൻ ദോ വി നോ ദാറ്റ് നൈട്രജൻ ഈസ് മോർ ഇലക്ട്രോനെഗറ്റിവിറ്റി ദാൻ കാർബൺ, ബട്ട് കാർബണിന്റെ sp ഹൈബ്രിഡേഷൻ വരുമ്പോൾ എന്തായിരിക്കും, നൈട്രജന്റെ sp2നെക്കാട്ടി എന്തായിരിക്കും കൂടുതൽ. We know that because we know that electronegativity is directly proportional to percentage S character. S character എത്രത്തോളം കൂടുന്നു അത്രത്തോളം എന്തായിരിക്കും ഇലക്ട്രോനെഗറ്റിവിറ്റി കൂടുന്നു. നിങ്ങൾ കെമിക്കൽ ബോണ്ടിനെ പഠിച്ചിട്ടുണ്ട് അല്ലെ. അത് പ്രകാരം നോക്കും, കാർബണിന്റെ sp നൈട്രജന്റെ sp2നെക്കാട്ടി കൂടുതലാവും.
കണ്ട ഒരു ജമ്പ് ചെയ്തു അല്ലെ, കാർബൺ എന്ത് ചെയ്തു, ജമ്പ് ചെയ്തു, നൈട്രജന്റെ sp3 ജമ്പ് ചെയ്തു. ഇതിനാണ് വൺ ജമ്പ് റൂൾ എന്ന് പറയുന്നത്. വൺ ജമ്പ് റൂൾ നിങ്ങൾക്ക് ഉപകരിക്കും ഈ ഡയറ. ഓക്കെ, നമ്മൾ സിമിലറിൽ നോക്കും. നൈട്രജന്റെ sp ഒള്ളി sp വരും മാത്രമേ വരുള്ളൂ. നൈട്രജന്റെ sp സിമിലർലി എന്തായിരിക്കും, ഓക്സിജന്റെ sp3 എന്തായിരിക്കും, ഓക്സിജന്റെ sp3 കൂടുതലായിരിക്കും. കാരണം നൈട്രജന്റെ എസിന്റെ 50/50 എസ്കാലറ്റ് കൂടുതലായതുകൊണ്ട് ഇലക്ട്രോണൈറ്റ് എന്തായിരിക്കും, കൂടുതലായിരിക്കും. ഇത് ക്ലിയർ ആണോ? ഈ റൂൾ ക്ലിയർ ആയോ? ഉള്ളി sp വരുമ്പോൾ ജമ്പ് ചെയ്യുന്നത് ക്ലിയർ ആയോ? ക്ലിയർ ആയോ മക്കളെ? ക്ലിയർ ആയി സർ. ഓക്കെ ഓക്കെ, അപ്പോൾ ഇത്ര പറഞ്ഞ് നമുക്ക് നിർത്താം. അടുത്ത ക്ലാസ്സിൽ നമ്മൾ ഇത് കണ്ടിന്യൂ ചെയ്യാം.